ഈ രാത്രി ഞാൻ നിങ്ങളെ ഒരു മല കയറാൻ കൊണ്ടുപോവുകയാണ്. ആ മലയുടെ കയറ്റം ഈ രാത്രി ധ്യാനത്തിന്റെ അടരുകളെ നമ്മുടെ മനസ്സിന്റെ ജനൽപാളികൾ തുറന്ന് നമ്മിലേക്ക് ഇട്ടുതരും. പ്രിയപ്പെട്ടവരെ, നാം ഈ യാത്ര ആരംഭിക്കുന്നത് ഒരു കൊച്ചു വെളുപ്പാങ്കാലത്താണ്. ഈ യാത്ര അവസാനിക്കുന്നത് ഒരു സായാഹ്നത്തിലാണ്. രാവിലെ തുടങ്ങി വൈകുന്നേരം അവസാനിക്കും. അപ്പൊ ചുരുക്കത്തിൽ ഇവിടെ എന്നെ കേൾക്കുന്ന ആരും ഇപ്പോൾ ഇരിക്കുന്നത് രാത്രിയിലല്ല കേട്ടോ. സമയം വെളുപ്പിന് ഒരു 5 മണിന്ന് കൂട്ടിക്കോ. 5 മണിക്ക് നമ്മൾ തുടങ്ങാൻ പോവാ. നേരം സന്ധ്യയ്ക്ക് നമ്മൾ അവസാനിപ്പിക്കും. 72 മണിക്കൂർ ഒരു പകലായി, 3 ചിന്തകളായി. വർത്തമാനകാല ജീവിതത്തിന്റെ ദൈവ അനുഭവത്തിന്റെ 3 അനുഭവങ്ങളായി. നമുക്കിങ്ങനെ ചിന്തിക്കണം, നമുക്കിങ്ങനെ ധ്യാനിക്കണം. എന്നിട്ട് ചങ്കല് കൈവച്ചിട്ട് സത്യദൈവത്തെ ഒന്നുകൂടെ ചേർത്ത് പിടിക്കണം. അതിന് സർവശക്തനായ ദൈവം ഈ രാത്രി നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. വരണം ആ വീട്ടിലേക്ക്. നേരം വെളുത്തു വരുന്നു. 3 പേർ ഒരു വീട്ടിലുണ്ട്. നിങ്ങൾ അതിൻ്റെ ജനൽപാളികൾ തുറന്നു കിടക്കുന്നു. ഒന്ന് നോക്കിക്കേ. അപ്പന്റെ മുഖത്ത് വിഷാദമുണ്ട്, അമ്മയുടെ മുഖത്ത് ആശങ്കയുണ്ട്, കുട്ടിയുടെ മുഖത്ത് നിസ്സംഗതയുണ്ട്. ഞാൻ 3 പേരിലും കാണുന്നത് ഇതാണ്. അപ്പൻ അബ്രഹാം, അമ്മ സാറ, മകൻ ഇസഹാക്ക്. അപ്പന്റെ മുഖത്ത് നേരിയ വിഷാദം, അമ്മയുടെ മുഖത്ത് എന്തോ സംഭവിക്കാനിരിക്കുന്നത് പോലെ ഒരു ആശങ്ക, കുട്ടിയുടെ മുഖത്ത് ഒന്നും മനസ്സിലാകാത്തൊരു നിസ്സംഗത. ചങ്ങാതിമാരെ, നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഈ 3 മുഖങ്ങളും. ആ വീട്ടിലേക്ക് നിങ്ങൾ നോക്കൂ, ഇത് 3 കാണുന്നുണ്ടല്ലോ. ഈ പ്രഭാതം, ഈ വെളുപ്പിന് 5 മണി, ഇതാണ് നമ്മുടെ ആദ്യ ഭാഗം. 3 ചിന്തകൾ, ഒരു പകൽ. ഈ പ്രഭാതത്തിന് ഞാനൊരു പേര് വിളിക്കും. നമുക്കൊരു പേര് വിളിക്കാം. വിരുന്നുകളിൽ നിന്ന് വിലാപത്തിലേക്ക് വീണ പ്രഭാതം. മോർണിംഗ് ദാറ്റ് ചേഞ്ചസ് ഫീസ്റ്റ് ടു ഫ്രസ്ട്രേഷൻസ്, അല്ലെങ്കിൽ ഫീസ്റ്റ് ടു ലെമൻസ്. വിരുന്നുകളിൽ നിന്ന് വിലാപത്തിലേക്ക് വീണ പ്രഭാതം. ഓരോ പ്രഭാതവും നാം ഉണർന്നെഴുന്നേൽക്കുന്ന കുറെ പ്രതീക്ഷകളോടെയാണ്. അബ്രഹാം ഒരുപാട് അലഞ്ഞ മനുഷ്യനാണ്. 12ഉം 13ഉം ഒക്കെ നോക്കിയാൽ എന്തു വേണ്ടി അലഞ്ഞിട്ടുണ്ട്. 12ലും 13ലും ആവർത്തിച്ച് കാണുന്ന ഒരു പ്രയോഗമുണ്ട്. അബ്രഹാം പിന്നെയും തെക്കോട്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്നു. എനിക്ക് തോന്നാറുണ്ട് ഈ തെക്കോട്ട് പോകുന്നത് അത്ര സുഖമുള്ള ഏർപ്പാടല്ല. നമ്മുടെ നാടിന്റെ ചിന്തയിൽ പറഞ്ഞ ഒടുക്കത്തെ പോക്കാണ്. അലച്ചിലുകളിലേക്ക്, ജീവിതത്തിന്റെ ഗതി കിട്ടാത്ത മരുഭൂ ഇടങ്ങളിലേക്ക് പോയൊരു മനുഷ്യനാ. ഒരുമാതിരി ഒന്ന് സ്വസ്ഥമായി വന്ന നാളുകൾ ഒരു 17, 18, 19 അധ്യായമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് കാണാം. ജീവിതം സ്വസ്ഥമായി, ജീവിതം ശുഭ്രമായി, ജീവിതം തേജോമയമായി, ജീവിതം ഇനി അനുഗ്രഹത്തിന്റെയും വിരുന്നുകളുടെയും നാളുകളാണെന്ന് ആ മനുഷ്യൻ നിജപ്പെടുത്തിയ ദിവസങ്ങൾ. എന്നാൽ വളരെ പെട്ടെന്ന് ആകസ്മികമായി, ആ പദം ഞാൻ കൂടെ ഈ ആദ്യ ചിന്തയിൽ ഉപയോഗിക്കും. ആകസ്മികമായി ജീവിതത്തിന്റെ വിരുന്നുകളിൽ നിന്ന് വിലാപത്തിലേക്ക് ഒരു വീട് വീഴുന്നത് കണ്ടോ? തുടങ്ങുന്നതിങ്ങനെയാണ്. അബ്രഹാമേ, ഒറ്റ വിളിയുള്ളൂ. അബ്രഹാം പറഞ്ഞത് ഇങ്ങനെയാണ്, ഹിനേനി, ഹിയർ ഐ ആം. ആ വാക്കാണ്. എല്ലാരെയും വിളിക്കുമ്പോൾ അങ്ങനെ കേൾക്കാറില്ല. മോശയെ വിളിച്ചപ്പോൾ ഹിനനി, ആദമേ ആദമേ എന്ന് വിളിച്ചപ്പോൾ ഹിനനി ഇല്ല. ഞാനിവിടെ നിന്ന് പറഞ്ഞിട്ടില്ല. അബ്രഹാം, ഹിനനി, നിന്റെ ഏകജാതനെ ആ മലയിലേക്ക് കൊണ്ടുപോകാം. സ്നേഹമുള്ളവരെ, എത്ര പെട്ടെന്നാണ് ഈ വിലാപം. മോർണിംഗ് ദാറ്റ് ചേഞ്ചസ് ഫീസ്റ്റ് ടു ഫ്രസ്ട്രേഷൻസ്. സന്തോഷത്തോടെ ഉറങ്ങാൻ കിടന്നൊരു വീടല്ലേ. പക്ഷെ ഈ പ്രഭാതം സ്വസ്ഥതയുടെ രാത്രികളിൽ നിന്ന് അസ്വസ്ഥതയുടെ പ്രഭാതത്തിലേക്ക്. സ്നേഹമുള്ളവരെ, ഞാൻ ഈ കൊച്ചു വെളുപ്പാങ്കാലത്തെ അബ്രഹാമിന്റെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തോടൊന്ന് തുലനം ചെയ്തോട്ടെ. ഒരു നിമിഷം കൊണ്ട്
ആകസ്മികതയുടെ ശൂന്യതകളിലേക്ക് നമ്മുടെ ജീവിതം എറിയപ്പെടില്ലേ? അല്ലേ? അബ്രഹാം ജീവിതത്തിൻ്റെ സ്വസ്ഥതകളിൽ നിന്ന് അസ്വസ്ഥതകളിലേക്ക്. പ്രിയപ്പെട്ടവരെ, ഇതൊരു വല്ലാത്ത പ്രഭാതമാണ്. ഇതൊരു വല്ലാത്ത പ്രഭാതമാണ്. ഇത് നമ്മുടെ ജീവിതമാണ്. ഇപ്പോൾ നമ്മൾ ജയിച്ചവരാണ്. ഇപ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഇപ്പോൾ നമ്മൾ സ്വസ്ഥരാണ്. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മൊബൈൽ, പോക്കറ്റിൽ കിടക്കുന്ന മൊബൈലിൽ വരുന്ന ഒരു ഫോൺ കോൾ മതിയാകും നമ്മുടെ ജീവിതത്തിൻ്റെ പകിട പമ്പരം പോലെ തിരിഞ്ഞു കറങ്ങാൻ. അടുത്ത നിമിഷം നമ്മൾ ആരാ? ഈ കുട്ടിയെയും കൊണ്ട് തിടുക്കത്തിൽ ആ വീട് വിട്ടിറങ്ങുക. നിങ്ങൾ എന്നെ കാണല്ലേ? ഈ വേദി കാണല്ലേ? ആ വീടിൻ്റെ വാതിൽ ചാരി ഒരു അപ്പനും മകനും വീട് വിട്ടിറങ്ങുക. സ്നേഹമുള്ളവരെ, ഏത് നിമിഷവും ഒരാകസ്മികതയുടെ ചിന്ത ഓരോ ജീവിതങ്ങളിലും ഉണ്ടാകണം. ഇതാ ഞാനെന്ന് പറഞ്ഞൊരു ഭക്തൻ ഇറങ്ങുക. അബ്രഹാമേ എന്ന് വിളിക്കുമ്പോൾ ഇതാ ഞാനെന്ന് പറഞ്ഞൊരു ഭക്തൻ ഇറങ്ങുക. ജീവിതം ഇങ്ങനെയാണ് നമുക്ക് മുന്നിൽ വെച്ച് നീട്ടുന്ന. ഈ വീട്ടിലേക്ക് നിങ്ങളൊന്ന് നോക്കിക്കേ. സാറ വല്ലാതെ അന്താളിച്ച് നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ രാത്രി ഞാൻ തുറന്നു വെച്ചത് വേദപുസ്തകവും കഷ്ടാനുഭവാഴ്ച നമസ്കാരക്രമം കൂടെയാണ്. ഈ മൗനമായ പ്രഭാതത്തിൽ സാറ ചോദിക്കുന്നുണ്ട്, എൻ്റെ അബ്രഹാമേ എവിടെ പോവാ? സാറ ചൊന്നാൾ, നീ എന്തേ പുത്രബലിക്കായി മുതിരുന്നു? തേച്ചുമിനുക്കും വളാൽ നീ എന്നെ തുണയറ്റോളാക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണല്ല, സുറിയാനി സഭാപിതാക്കന്മാരുടെ കണ്ണ്. കൊച്ചു വെളുപ്പാങ്കാലത്ത് വീട്ടിലെ തേച്ചുകല്ലിൽ പിച്ചാത്തി തേച്ചു മിനുക്കുന്ന ഒരു അബ്രഹാമിനെ കണ്ട് സാറ ചോദിക്കുകയാണ്, ആശങ്കയോടെ സാറ ചോദിക്കുകയാണ്, തേച്ചു മിനുക്കും വളാൽ നീ എന്നെ തുണയറ്റോളാക്കും. അപ്പോഴും അബ്രഹാം ഒന്നും പറയുന്നില്ല. ഈ കുഞ്ഞിനെയും കൊണ്ട് ആ പടി കിടന്നിറങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതം ഒരു ആകസ്മികമാണ്. സ്വസ്ഥമായി ഉറങ്ങുന്ന രാത്രിക്ക് മീതെ അസ്വസ്ഥതയുടെ പകലുകൾ. സത്യത്തിൽ ഈ ജീവിതം എന്താ? വാട്ട് ഈസ് ലൈഫ്? ശരിക്കും പറയാനും പറ്റുമായിരിക്കാം പല കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നു പൊക്കിൾക്കൊടി മുറിക്കുന്ന കാലത്തിനും പുതപ്പിച്ച് കിടത്തുന്ന കാലത്തിനും ഇടയ്ക്കുള്ള ഒരു പൂരിപ്പിക്കൽ മാത്രമല്ലേ ചെറിയ ജീവിതം. അല്ലെങ്കിൽ പറയും, വെട്ടിക്കളയുന്ന മുടിക്കും ചവിട്ടിക്കളയുന്ന പൊടിക്കും ഇടയ്ക്കുള്ള ഒരു ചെറിയ ജീവിതം. ഇത് രണ്ടും നശ്വരാണ്. അല്ലെങ്കിൽ പറയാം, തലകുത്തി വന്ന കാലത്തിനും, നമ്മൾ ഈ ലോകത്തിൽ പിറന്നു വീണത് തലയും കുത്തിയാണല്ലോ, തലകുത്തി വന്ന കാലത്തിനും തല ചായച്ചു പോകുന്ന കാലത്തിനും ഇടയ്ക്ക് ചെറുതായ ഒരു കാലത്തിൽ തല പൊക്കിപ്പിടിക്കുന്ന കാലം മാത്രമല്ലേ ജീവിതം. തലയും കുത്തി വന്നിട്ട് തല ചായച്ചു പോകുന്നൊരു കാലമുണ്ട്. ഇതിനിടയ്ക്ക് നാം ചെറുതായി തല ഉയർത്തിപ്പിടിക്കുന്ന കാലം മാത്രമാണ് ജീവിതത്തിൻ്റെ ആകസ്മികത. എത്ര പെട്ടെന്നാണ് ഒരു വീട് വിലാപത്തിലേക്ക് പോകുന്നത്. എനിക്ക് തോന്നുന്നു, എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു കാര്യമാണ് യേശുവിനെ വെച്ച കല്ലറയെ കുറിച്ചുള്ള വിവരണം. അതിങ്ങനെയാണ്, അവിടെ ആരെയും വെച്ചിട്ടില്ലാത്ത ഒരു കല്ലറ, ഒരു തോട്ടം ഉണ്ടായിരുന്നു. എനിക്ക് ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു ഞെട്ടലുണ്ടാകാറുണ്ട്. അവിടെ എങ്ങനെയാണ്, there was a garden and in the middle of the garden there was a tomb. അവിടെ ഒരു പൂന്തോട്ടം ഉണ്ടായിരുന്നു. പൂന്തോട്ടത്തിന്റെ നടുവിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും പൂന്തോട്ടത്തിന്റെ നടുവിൽ കല്ലറ പണിയോ? ആരെങ്കിലും പൂന്തോട്ടത്തിന്റെ നടുവിൽ കല്ലറ പണിയോ? അരിമത്യക്കാരന് പ്രണാമം. പൂന്തോട്ടത്തിന്റെ നടുവിലെ കല്ലറ. ഈ പൂന്തോട്ടം നമ്മുടെ ജീവിതമാണ്. അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ, ഈ നാളുകളിലെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം, കരയാൻ കാരണം തരാത്ത രാത്രികൾ, കണ്ണീര് വീഴാത്ത നമ്മുടെ ഭക്ഷണം, അലച്ചിലുകളില്ലാതെ കടന്നു പോകാൻ പറ്റുന്ന ഈ ദിവസങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവിതം ഒരു ആരാമ സദൃശ്യമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. മടിയിലേക്ക് വെച്ച് തന്ന അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളില്ലേ, സ്വസ്ഥതയോടെ കടന്നു പോകുന്ന ഈ വർത്തമാനകാല ജീവിതം ഒരു പൂന്തോട്ടമല്ലേ? പക്ഷേ ഏത് നിമിഷവും പൂന്തോട്ടത്തിൻ്റെ നടുവിലേക്ക് ഒരു സ്പേസ് ഉണ്ടാകണം, ഒരു ശൂന്യതയുടെ സ്പേസ്. അതുകൊണ്ട് എനിക്ക് ആ ഭാഗം വായിക്കുമ്പോൾ വല്ലാത്തൊരു ഉൾബോധമാണ്. There was a garden and in the middle of the garden there was a tomb. അവിടെ ഒരു പൂന്തോട്ടം ഉണ്ടായിരുന്നു.
ഇത് നമ്മളോടുള്ള ഓർമ്മപ്പെടുത്തലാണ്. ഖലീൽ ജിബ്രാൻ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ സുഖത്തിലാണെങ്കിൽ ഓർക്കുക, നിങ്ങളുടെ തൊട്ടടുത്ത കട്ടിലിൽ ദുഃഖം പുതച്ചു മൂടിക്കിടക്കുന്നുണ്ട്. നിങ്ങൾ ദുഃഖത്തിലാണെങ്കിൽ ഓർക്കുക, നിങ്ങളുടെ തൊട്ടടുത്ത കട്ടിലിൽ സുഖം പുതച്ചു മൂടിക്കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഈ ഒരു വാക്ക് ചങ്കത്ത് ഉണ്ടാകണം. ആകസ്മികത. ആകസ്മികത. വിരുന്നുകളിൽ നിന്ന് ഏത് നിമിഷവും ജീവിതം ഇങ്ങനെ പറിച്ചെറിയപ്പെട്ടേക്കാം. എനിക്ക് ബൈബിളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പേരാണ് മോശയുടെ മകന്റെ പേര്. മോശയ്ക്ക് 2 ആൺപിള്ളേരാണ്, ഒന്ന് ഗർഷോമും ഒന്ന് എലയാസറും. പക്ഷെ ഗർഷോം, എനിക്ക് നിശ്ചയമുണ്ട് ബോംബെയിൽ എൻ്റെ ശ്രോതാക്കളിൽ ഒരാൾ പോലും തൻ്റെ കൊച്ചിന് ഗർഷോം എന്ന് പേരിടത്തില്ല. ആ പേരിന്റെ അർത്ഥം പരദേശി എന്നാണ്. ആരെങ്കിലും ഇടുമോ? എനിക്ക് ഈ അപ്പനോട് വല്ലാത്തൊരു വിരോധമുണ്ട്. എന്നാത്തിനാ മോശ എന്ന പിതാവേ കൊച്ചിന് ഗർഷോം എന്ന് പേരിട്ടത്? ആലോചിച്ചു വരുമ്പോൾ ഉത്തരം കിട്ടും. ഈ അപ്പനെ നിങ്ങൾ ആലോചിച്ചു നോക്ക്. ജീവിതം ആകസ്മികതയുടെ വിരുന്നാണെന്ന് ഇതുപോലെ വേദപുസ്തകത്തിൽ അറിഞ്ഞൊരു മനുഷ്യൻ ഇല്ല. ആലോചിച്ച് നോക്കിക്കേ. പിറന്നു വീണ നാളുകളിൽ ഒന്ന് ഉറക്ക കരയാൻ സ്വാതന്ത്ര്യമില്ലാത്ത കുഞ്ഞായിരുന്നു മോശ. ഫറവോന്റെ കിങ്കരന്മാര് വായ് പൊത്തിപ്പിടിക്കും. കരയാൻ സ്വാതന്ത്ര്യമില്ലാത്ത കുഞ്ഞാണ് ഈ അപ്പൻ പണ്ട്. എന്നിട്ടോ അപ്പനും അമ്മയും ജീവിച്ചിരിക്കെ ആ നീല നദിയുടെ ഓളങ്ങളിൽ കൂടെ അനാഥനായി ഒഴുക്കപ്പെട്ടവൻ പരദേശിയല്ലേ? അപ്പനും അമ്മയും ജീവിച്ചിരിക്കെ അനാഥനായവൻ. എന്നിട്ടോ സ്വന്തം അമ്മയുടെ മടിയിൽ കിടന്ന് പാല് കുടിക്കുമ്പോ രാജകുമാരി വളർത്താൻ ഏൽപ്പിച്ചതല്ലേ? അമ്മേന്ന് വിളിക്കാൻ പറ്റില്ല, വളർത്തമ്മയല്ലേ. സ്വന്തം അമ്മയുടെ മടിയിൽ കിടക്കുമ്പോ അമ്മയെന്ന് വിളിക്കാൻ പറ്റാത്തവൻ പരദേശിയല്ലേ? എന്നിട്ടോ കൊട്ടാരത്തിൽ 40 വർഷം അവിടുത്തെ ചിക്കൻ 65ഉം ബോൺവിറ്റ എന്നും പറഞ്ഞ് വേണ്ടാന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോരുന്നില്ലേ? പരദേശിയല്ലേ? 80-ാമത്തെ വയസ്സ് വരെ ആടിനെ മേയിച്ച് നടന്നില്ലേ? 80-ാമത്തെ വയസ്സ് ഇതിന് തന്നന്തരം കുഴമ്പൊക്കെ കാലേ തേച്ചിരിക്കേണ്ട പ്രായമാണ്. ആ നാളുകളിലാണ് അനന്തമായ യാത്രയുടെ നേതൃത്വം. ആലോചിക്കൂ, 40 വർഷം സഹിച്ച് മനുഷ്യൻ നടന്നത് എന്തെങ്കിലും ഒരു വാഗ്ദത്ത നാട്, ഒരു സ്വപ്നമാണ്. എന്നാൽ 120-ാമത്തെ വയസ്സിൽ പിസ്കായുടെ മുകളിൽ കയറ്റി നിർത്തിയിട്ട് ദൈവം ചോദിച്ചു, മോശ സുഖാണോ? കുഴപ്പമില്ല. മോശയോട് പറഞ്ഞു, കുഞ്ഞേ ആ താഴ്വരയിലേക്ക് നോക്കിക്കേ. മോശ നോക്കുക, എന്താ കാണുന്നേ? ഇതുവരെ കണ്ടിട്ടില്ലാത്ത കാഴ്ച. വിളഞ്ഞു കിടക്കുന്ന ഗോതമ്പ് പാടങ്ങൾ, തളിർത്ത സ്വർണ്ണവർണ്ണം അണിഞ്ഞ യവപ്പാടങ്ങൾ, ലെബനോനിലെ ദേവദാരുക്കളെ തഴുകി വരുന്ന ഇളംകാറ്റ് മോശയുടെ മൂക്കിലേക്ക് അടിച്ചു കയറുക, ഷാരോനിലെ പനിമഞ്ഞിന്റെ നനുത്ത കാഴ്ച മോശയെ വല്ലാതെ ആഹ്ലാദഭരിതനാക്കി. ഗിലെയാദിലെ സുഗന്ധ തൈലത്തിന്റെ മാസ്മരികമായൊരു പ്രഭാവലയം പിസ്കായുടെ മുകളിൽ മോശയുടെ മൂക്കിനെ, നാസാരന്തരങ്ങളെ സുഗന്ധപൂരിതമാക്കി. ഇതുപോലൊരു സ്ഥലം കണ്ടിട്ടില്ല. മോശ ചോദിച്ചു, ദൈവമേ ഏതാണ് ആ സ്ഥലം? കഴിഞ്ഞ 120 വർഷം മരുഭൂമി മാത്രം കണ്ട മോശയോട് ദൈവം പറഞ്ഞു, മോനെ ഇതാണ് നീ സ്വപ്നം കണ്ട സ്ഥലം. മോശ ചോദിച്ചിട്ടുണ്ടാവണം, പൊക്കോട്ടെ, എന്റെ ജനം താഴെ കാത്തു നിൽക്കുന്നുണ്ട്, പൊക്കോട്ടെ, കൊണ്ടുപോകണം, എനിക്ക് കൊതിയാവുന്നു. തമ്പുരാൻ കണ്ണിച്ചോരയില്ലാതെ പറഞ്ഞു, നോ നെവർ, നീ ഇവിടെ വച്ച് മരിക്കും. നിങ്ങൾ പറ, പേറ്റുപായ മുതൽ പിസ്ക വരെ കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് എല്ലാം നഷ്ടപ്പെട്ട ആകസ്മികതയുടെ വിരുന്നുണ്ണേണ്ടി വന്ന മോശ വേറെ എന്നാ പേരിടണം കൊച്ചിന്? അയാൾ പേരിട്ടു ഗർഷോം. ഗർഷോം. ഞാൻ പറയും, നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടെ ചിതറിയിരിപ്പുണ്ട്. നമ്മുടെ ഇംഗ്ലീഷ് കൺവെൻഷൻ സംബന്ധിക്കുന്നുണ്ട്. വളരെ സന്തോഷത്തോടെ നമ്മൾ നമ്മുടെ കൊച്ചുങ്ങൾക്ക് പേരിട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയട്ടെ, ഈ കുഞ്ഞുങ്ങളെല്ലാം ഗർഷോമാ. ഒന്നും നമ്മുടെ അല്ല, നമ്മുടെ മടിയിലേക്ക് വെച്ച് തന്നതാ. ജീവിതം ഏത് നിമിഷവും ആകസ്മികതയാ. അബ്രഹാം വളരെ കിനാവുകളോടെ ചിരി ഇസഹാക്ക് എന്ന് പേരിട്ടു. പക്ഷെ ചിരിക്കാനുള്ള വകകളായിരുന്നില്ല. ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത് ഈ കൊച്ചിന്റെ കൈപിടിച്ചിറക്കുമ്പോ നമ്മുടെ ആരാധനക്രമം എഴുതി വെച്ചിട്ടുണ്ട്. സാറ അബ്രഹാമിനോട് പറഞ്ഞതെന്തെന്നാൽ, എന്റെ ഏകജാതനെ നീ എവിടേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നുവെന്ന് എന്നോട് വെളിവാക്കുക. ശ്രദ്ധിക്കണേ, ഭയങ്കര ഒരു ധ്യാനാണത്. സാറ അബ്രഹാമിനോട് പറഞ്ഞതെന്തെന്നാൽ, എന്റെ ഏകജാതനെ നീ എവിടേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നുവെന്ന് എന്നോട് വെളിവാക്കുക. അബ്രഹാം അവളോട്, എനിക്കും ഈ പൈതലിനും എൻ്റെ ദൈവത്തിനും ഇടയിൽ ഒരു രഹസ്യമുണ്ട്. സമാധാനത്താൽ വസിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സാറ അബ്രഹാമിനോട്
സമാധാനത്താലെ പോയി വരിക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ കുടുംബത്തിൻ്റെ ഭംഗി നിങ്ങളൊന്ന് എത്തി നോക്കിക്കേ. ആ മലഞ്ചെരുവിലെ വീട്ടിലെ ജനൽപ്പഴുതിലൂടെ നിങ്ങൾ എത്തി നോക്കിക്കേ. ഭർത്താവ് വെളുപ്പിന് തിരക്കിട്ടൊരുക്കുമ്പോൾ ഭാര്യ ചോദിക്കുന്നു, എവിടെ പോവാണ്, എവിടെ പോവാണ് ഇത്ര തിരക്കിട്ട്? അബ്രഹാം പറഞ്ഞു, ഒരു രഹസ്യമുണ്ട്, ഒരു രഹസ്യമുണ്ട്. സാറ പറഞ്ഞു, പോയി വാ, പോയി വാ, പ്രാർത്ഥിച്ചോളാം. ഇവിടെ ഒരുപാട് അബ്രഹാം ഇരിപ്പുണ്ട്, ഈ കസേര ഒരുപാട് സാറാമാരിപ്പുണ്ട്. ഇത് നമ്മുടെ വീടാണെങ്കിലോ, നമ്മുടെ അച്ചായം വെളുപ്പിനെ എഴുന്നേറ്റ് എവിടെയോ പാൻ വൃത്തിയായിട്ട് ഒരുങ്ങി അലക്കി തേച്ച് പെർഫ്യൂമൊക്കെ അടിച്ചു പോകുമ്പം നമ്മുടെ സാറ ചോദിക്കുകയാണ്, എവിടെ പോവാ രാവിലെ, അല്ലാണ്ട് ഒരുങ്ങി പോവാണല്ലോ. അപ്പം നമ്മുടെ അബ്രഹാം പറയുകയാണ്, എടി ഒരു രഹസ്യമുണ്ട്. ഇപ്പം ഈ ഇരിക്കുന്ന സാറ പറയും, സമാധാനത്താലെ പോയിട്ട് വന്നാട്ടെ, ഞാൻ പ്രാർത്ഥിച്ചോളാം. അല്ലേ? നമ്മൾ പറയും, എനിക്ക് പണ്ടേ സംശയം ഉണ്ടായിരുന്നു. കഴിഞ്ഞ മാസം നിങ്ങൾക്കൊരു ഫോൺ വന്നപ്പോൾ നിങ്ങളും അതും എടുത്തോണ്ട് മതിലിൻ്റെ അടുത്തോട്ട് പോയപ്പോഴേ എനിക്കറിയാം ഏതാണ്ട്. സാറ അബ്രഹാമിനോട് സമാധാനത്താലെ പോയി വരിക. ആ വീട് കണ്ടോ, ആ വീട് കണ്ടോ? ജീവിതത്തിന്റെ ആകസ്മികതകളിൽ, ജീവിതത്തിന്റെ ശൂന്യതകളിൽ, ജീവിതത്തിൽ പെട്ടെന്നുണ്ടാകുന്ന പ്രതിസന്ധികളിൽ ഒരുമിച്ച് ഒരപ്പനും അമ്മയും. എന്നിട്ട് സാറ പറയാ, ഈ കുഞ്ഞിന്റെ കൈ പിടിച്ചിറങ്ങുമ്പോ, വേദനയേറ്റം ഞാനേറ്റു. ഒരുപാട് നാള് മക്കളില്ലാതെ ഭാരപ്പെട്ടതാ. വേദനയേറ്റം ഞാനേറ്റു, നീയവയെല്ലാം അറിയുന്നു. നിനക്കറിയാം എൻ്റെ ഭർത്താവേ, അങ്ങേക്കറിയാം. എന്നെ ദുഃഖിപ്പിക്കല്ലേ, പോവുകവനൻ പ്രത്യാശ. ഈ കൈപിടിച്ചിറക്കുന്ന കുഞ്ഞുണ്ടല്ലോ, ഒരുപാട് നാൾ ഞാൻ വേദന തിന്നതാ, കുഞ്ഞുങ്ങളില്ലാത്തവളായി ഞാൻ ഭാരപ്പെട്ടതാ. എല്ലാം അറിയാവുന്നൊരു പ്രിയതമൻ എനിക്കുണ്ട്. നീ അവയെല്ലാം അറിയുന്നു, പോവുകവനൻ പ്രത്യാശ. എൻ്റെ പ്രതീക്ഷ ഈ കുഞ്ഞ്. നിങ്ങൾ നോക്കിക്കേ, ഒരു കുടുംബത്തിൻ്റെ പ്രതിസന്ധിയിൽ ആകസ്മികതമായ വിലാപങ്ങളിലേക്ക് ഒരു വീടെടുത്തെറിയപ്പെട്ടാൽ ഒറ്റയ്ക്കാക്കുവോ? നിങ്ങളെ വീട്ടിലേക്ക് നോക്കിക്കേ, അബ്രഹാം ഒന്നും മിണ്ടുന്നില്ല. ഈ സാറ ഇത്രയും പറഞ്ഞിട്ടും അബ്രഹാം ഒന്നും മിണ്ടുന്നില്ല. അതല്ലെങ്കിലും അങ്ങനെയാണ്. ഇവിടെ ഇരിക്കുന്നവർക്കറിയാം, ഈ കുടുംബജീവിതത്തിൽ ഈ പുരുഷന് ടെൻഷനും ഈ പ്രയാസമൊക്കെ വന്നാൽ അവനൊരു കേവ് പോലെയാണെന്നാ പറയുക. ഒരു ഗുഹയ്ക്കകത്ത് കയറുന്നല്ല. പൊതുവെ ആണുങ്ങളുടെ ഒരു രീതിയാണ്. പിന്നെ ഒരു 2-3 ദിവസത്തേക്ക് മിണ്ടുകയല്ല, ഒരു 2-3 ദിവസത്തേക്ക് തീറ്റ എടുക്കുകയല്ല, സമയത്ത് വീട്ടിൽ കയറുകയല്ല, മുഖത്ത് നോക്കിയല്ല. ശരിയല്ലേ? ആണുങ്ങളിങ്ങനെ മീശയൊക്കെ വെച്ചുകൊണ്ട് നടക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അവന് ഈ ഫിനാൻഷ്യൽ സ്ട്രെയിനോ മെൻ്റൽ സ്ട്രെയിനോ ഒക്കെ വരുമ്പോൾ ഒരു കേവ് പോലെ, ഒരു ഗുഹയ്ക്കകത്ത് കയറുന്ന പോലെ ഒതുങ്ങി പിള്ളേരെ നോക്കിയല്ല, കെട്ടിയോളെ മൈൻഡ് ചെയ്യല. നമ്മുടെ കാര്യമാണ്, ആണുങ്ങളുടെ കാര്യമാണ്. അബ്രഹാം ഇവിടെ എങ്ങനെയാ? ഒന്നും മിണ്ടുന്നില്ല. സാറ എന്നൊക്കെ പറഞ്ഞിട്ടും സ്ത്രീക്ക് സങ്കടവും ദേഷ്യവും ഒക്കെ വന്നാൽ എങ്ങനെയാണെന്നറിയാം? വേവ് പോലെയാണെന്ന് പറയും. വേവ് എന്ന് പറഞ്ഞ് തിരമാല അല്ലേ? നമുക്കറിയാം, നമ്മൾ ബീച്ചിൽ പോയി തിരമാലയ്ക്ക് അഭിമുഖമായിരുന്നു നോക്കാം. നമ്മൾ ചെല്ലുമ്പോൾ വലിയ ശക്തി കാണില്ല. നമ്മളൊരു 10 ചുവട് ഇറങ്ങി നിൽക്കും. നമ്മുടെ പാദം നനച്ചൊരു 4-5 എണ്ണം ചെറുത് വരും, ചെറുത്. നമ്മളൊരു 10 ചുവട് മുന്നോട്ടിറങ്ങും. കടലിനൊരു ശക്തിയുണ്ട്, ഒരു കാന്തിക ശക്തി വിളിക്കാൻ. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഒരെണ്ണം വരും. നമ്മുടെ മുട്ടിൻ്റെ മേളിൽ നനച്ചിട്ട് പോകും. നമ്മൾ 10 ചുവട് പുറകോട്ട് പോകും. പിന്നെ 5 മിനിറ്റത്തേക്കില്ല. നമ്മൾ വിചാരിക്കും ഇന്നത്തെ കഴിഞ്ഞു എന്ന്. നമ്മളൊരു 15 ചുവട് പിന്നെ ഇറങ്ങും. അപ്പോൾ ഇത്തിരി കഴിയുമ്പോൾ ഒരെണ്ണം വരും. നമ്മുടെ അരയ്ക്കൊപ്പം നനച്ചിട്ടേ പോകും. നമ്മൾ ഓടി മാറും. പിന്നെ നമ്മൾ വിചാരിക്കും ഇന്നത്തെ കഴിഞ്ഞു എന്ന്. കഴിഞ്ഞില്ല. ഈ സ്ത്രീയുടെ ടെൻഷനും സങ്കടവും വേവ് പോലെയാണെന്ന് പറയും. എന്ന് പറഞ്ഞാൽ അവൾക്കിങ്ങനെ അത് അകത്ത് വയ്ക്കാൻ പറ്റത്തില്ല. അവളിങ്ങനെ ഔട്ട് പോർ ചെയ്യും. അത് ആരോടും പറയാനില്ലെങ്കിൽ അടുക്കളയുടെ കതക്, ഫ്രിഡ്ജിൻ്റെ ഡോറ്, സ്റ്റീൽ പാത്രത്തിൻ്റെ ചെവിട്, അലൂമിനിയം പാത്രത്തിൻ്റെ പുറം, പിള്ളേരുടെ മുതുക്,
ആദിയായ സ്ഥലങ്ങളിലൂടെ ഇങ്ങനെ തരംഗമായി വ്യാപരിക്കും. അത് നല്ലതാണ്, കാരണം അതുകൊണ്ട് ഈ ഇരിക്കുന്ന ഒരൊറ്റ സ്ത്രീകൾക്കും കഷണ്ടിയില്ല, ഈ ഒരെണ്ണത്തിനും അറ്റാക്ക് വരത്തുമില്ല. കാരണം ഇതിങ്ങനെ പുറത്തോട്ട് കളയുക, ഔട്ട് പോർ ചെയ്യുക. അത് ജീവിതശൈലി രോഗങ്ങൾ ഇതുങ്ങൾക്ക് കുറവാണ്. ഞങ്ങൾ ഈ മീശയൊക്കെ വെച്ചുകൊണ്ട് കിടക്കുന്ന ആണുങ്ങൾ ഉണക്കമീൻ്റെ അവസ്ഥയാണ്. ഈ ഗുഹയ്ക്കകത്തോട്ട് കയറുന്ന പോലെ കയറിയ മുന്നോട്ടും വയ്യ പുറകോട്ടും വയ്യ. ഈ ചുമ്മാ ഈ മീശയൊക്കെ വെച്ചുകൊണ്ട് നടക്കുന്നുള്ളതിൽ ഒരു കാര്യം, ബലം പിടുത്തം മാത്രമേ ഉള്ളൂ. ഈ വീട്ടിൽ ഈ പ്രതിസന്ധിയുടെ പ്രഭാതത്തിൽ ഒന്നും മിണ്ടാത്തൊരു അബ്രഹാം, സാറ എന്തൊക്കെയോ പറയുന്നുണ്ട്. ആ വീട് തകർന്നില്ല. ഇന്നാണെങ്കിൽ ആദ്യം ഡിസപ്പോയിൻമെന്റ്, പിന്നെ ഡിപ്രഷൻ, പിന്നെ ഡിവോഴ്സ്. നാട്ടിലൊക്കെ ചില പിള്ളേരൊക്കെ ഇപ്പൊ അച്ഛാ ഡിവോഴ്സ് കിട്ടി എന്നാണ് പറയുക. എന്നെ അവാർഡ് കിട്ടിയ മട്ടിലാണ്, കുറെ നാളുകൊണ്ട് നടന്നാണ്. ഏത് വിരുന്നുകളുടെ മധ്യത്തിലും ഒരു വിലാപത്തിന്റെ സാധ്യതയുണ്ട്. ഇത് കുടുംബജീവിതത്തിനുള്ള മെസ്സേജാ, നമ്മുടെ ചിന്തകളല്ല. ജീവിതത്തിൽ ഇങ്ങനെ ഇന്ന് കാണുന്ന സന്തോഷമല്ല. ഒരു നിമിഷം കൊണ്ട് തകിടം മറിഞ്ഞാൽ പ്രിയപ്പെട്ട ഭർത്താവേ, പ്രിയപ്പെട്ട ഭാര്യ ഒന്നിച്ചു നിൽക്കുവോ? നമ്മുടെ കണക്കല്ല. ഇംഗ്ലീഷിൽ പറയാറുണ്ട് മെൻ കാൽക്കുലേറ്റ്, ഗോഡ് ഡിസൈഡ്സ്. മനുഷ്യൻ കണക്ക് കൂട്ടുന്നു, ദൈവം തീരുമാനിക്കുന്നു. ജീവിതത്തിൽ എത്ര പെട്ടെന്ന്. നമ്മുടെ പ്രസിദ്ധനായ എഴുത്തുകാരൻ ബെന്യാമീൻ്റെ ഒരു എഴുത്തുണ്ട്, മരീചിക. അതിനകത്ത് അദ്ദേഹം പറയും, എനിക്ക് ഇഷ്ടം തോന്നി, ജീവിതത്തിന്റെ ദുർവിധി കുടുങ്ങിക്കിടക്കുന്നത്, യാത്രയുടെ ദുർവിധി കുടുങ്ങിക്കിടക്കുന്നത് ചുമപ്പുകളിലല്ല, ചുമപ്പുകളിലല്ല, തൊട്ടരികിൽ നഷ്ടപ്പെടുന്ന പച്ചകളിലാണ്. കേട്ടെ, വണ്ടി ഓടിക്കുന്നവര് ശ്രദ്ധിച്ചാൽ മതി, അല്ലാത്തൊരു കേൾക്കണ്ട. യാത്രയുടെ ദുർവിധി കുടുങ്ങിക്കിടക്കുന്നത് ചുമപ്പുകളിലല്ല, തൊട്ടരികിൽ നഷ്ടപ്പെടുന്ന പച്ചകളിൽ. എന്ന് പറഞ്ഞാൽ എന്നാ, നാളെ നമ്മുടെ കാറുമായിട്ട് നമ്മൾ റോഡേ പോകുമ്പോൾ അടുത്ത സിഗ്നൽ നമ്മൾ ദൂരേനെ ചെല്ലുമ്പോൾ ചുമപ്പ് സിഗ്നലാണ്, മുന്നിൽ 6 വണ്ടിയുണ്ട്, നമ്മൾ അടങ്ങി ഒതുങ്ങി പുറകെ കിടക്കും. രാവിലെ 9 മണി. മറ്റന്നാൾ രാവിലെ അതേ സമയത്ത് തിരക്കിട്ട് ഓഫീസിൽ പോകാൻ ചെല്ലുമ്പോൾ അതേ സിഗ്നലിൽ പച്ച. നമ്മൾ ആഞ്ഞു ചവിട്ടി ആ സിഗ്നലിന്റെ മുന്നിൽ നമ്മുടെ വണ്ടി മാത്രം, അവിടെ ഈ പച്ച കെട്ട ചുമപ്പാവും. നിങ്ങൾ പറ, ഇന്നലത്തെ ചുമപ്പാണോ ഇന്ന് പെട്ടെന്ന് വന്ന ചുമപ്പാണോ? ഏതാ വേദന? മിണ്ടില്ല. ഇന്നത്തെ ചുമപ്പ. പെട്ടെന്ന് നഷ്ടപ്പെടുന്ന ഇതേ അബ്രഹാമിന്റെ ജീവിതം നോക്കി. എത്ര നാളുകളായി സ്വസ്ഥമായിരുന്നു, വളരെ പെട്ടെന്ന് ഒരു രാത്രി കൊണ്ട് വിരുന്നുകളിൽ നിന്ന് വിലാപത്തിലേക്ക് വീഴുക. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തോടും പറയണം, എന്താ പറയണ്ടേ? ഏത് നിമിഷവും there was a garden and in the middle of the garden there was a tomb. ഇതൊരു ചിന്തയാണ്. ഏത് നിമിഷവും ജീവിതത്തിൽ വരാനൊക്കുന്ന ശൂന്യതകൾ, ജീവിതത്തിൽ കടന്നു വരാൻ സാധ്യതയുള്ള പ്രയാസങ്ങൾ അല്ലേ, വളരെ പെട്ടെന്നുണ്ടായേക്കാം. ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് മെഷേർഡ് ബൈ ആക്ഷൻസ് ബട്ട് റിയാക്ഷൻസ്. അവിടെ നമ്മൾ എങ്ങനെ പ്രതികരിക്കും? ഞാൻ വിളിച്ചു പറയട്ടെ, ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് മെഷേർഡ് ബൈ ആക്ഷൻസ്. ഇതൊക്കെ നമ്മുടെ കർമ്മങ്ങളാ, ഇതൊക്കെ നമ്മുടെ പ്രവർത്തനങ്ങളാ. ഇതിലൊന്നും നമുക്ക് മാർക്ക് കിട്ടില്ല. നമ്മുടെ പെരുന്നാളും നമ്മുടെ കൺവെൻഷനും നമ്മുടെ കൂട്ടായ്മകളെല്ലാം ഈ ആക്ഷൻസ് ആണ്, കർമ്മങ്ങളാണ്. എത്ര മാർക്ക് കിട്ടും? 100-90 കിട്ടും. ബട്ട് ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് മെഷേർഡ് ബൈ ആക്ഷൻസ് ബട്ട് റിയാക്ഷൻസ്. ജീവിതത്തിന്റെ ആകസ്മിക ശൂന്യതകളോട്, ജീവിതത്തിൽ പെട്ടെന്നുണ്ടാകുന്ന പ്രതിസന്ധികളോട്, ജീവിതത്തിൽ പെട്ടെന്നുണ്ടാകുന്ന വേദനകളോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാ. 2, നിങ്ങൾ എൻ്റെ കൂടെ ആ പർവ്വതം കയറാൻ ഒരുങ്ങിക്കേ. എൻ്റെ കൂടെയല്ല, അബ്രഹാമിൻ്റെ കൂടെ. ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, അബ്രഹാമേ പോകൂ. ബൈബിൾ നിങ്ങൾ നോക്കിക്കോ, ഈ പിതാക്കന്മാരോട് പറഞ്ഞതൊന്നും വിശദീകരിച്ചല്ല. കാരണം വിശ്വാസമുള്ളിടത്ത് വിശദീകരണം വേണ്ട. ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക്, ശമൂവേലിനോട് പറഞ്ഞു ഈശായിയുടെ വീട്ടിലേക്ക് ചെന്നാ മതി, അവിടെ ബാക്കി. ജോസഫിനോട് മിസ്രൈമിലെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പത്രോസിനോട് ആഴത്തിലേക്ക് വീശാനേ പറഞ്ഞിട്ടുള്ളൂ. വേദപുസ്തകത്തിലെ പിതാക്കന്മാരെ നോക്കൂ, വിശദീകരണങ്ങളില്ല. വിശ്വാസമുള്ളിടത്ത് വിശദീകരണം വേണ്ട. വിശ്വാസമില്ലാത്തിടത്ത് എത്ര വിശദീകരണം ഉണ്ടായാലും മതിയാവത്തില്ല. ഇതായി വെളുപ്പിന് ഇറങ്ങാം. നിങ്ങൾ ഈ കസേരയിൽ നിന്ന് എഴുന്നേറ്റേ, അവരുടെ കൂടെ പോയേ. പർവ്വതം കയറിക്കൊണ്ടേയിരിക്കുന്നു. ഈ അപ്പനും മകനും 2 ബാല്യക്കാരും ഒരു കഴുതയും ഒരു വിറക് കെട്ടുമായി
മോറിയാമലയുടെ താഴ്വരയിൽ നിന്നിങ്ങനെ അടിവെച്ച് അവര് വളരെ പ്രയാസപ്പെട്ട് കയറിക്കൊണ്ടിരിക്കുക. ഒന്നും മിണ്ടാത്തൊരപ്പൻ, കൂടെ അപ്പന്റെ കണ്ണിലേക്ക് നോക്കുന്ന ഒരു മകൻ. നമ്മുടെ രണ്ടാമത്തെ ചിന്ത ഇതാ, നാമം ആ കുടുംബവും പർവ്വതത്തിന്റെ മധ്യത്തിലെത്തിക്കഴിഞ്ഞു. ഇനിയാണ് നാം ഈ യാത്രയുടെ രണ്ടാം പകുതിയിലേക്ക് പോവുക. ഒന്ന്, വിരുന്നുകളിൽ നിന്ന് വിലാപത്തിലേക്ക് വീണ പ്രഭാതമാണ്. ഒരുമിച്ച് നിന്നൊരു കുടുംബം, ഒരുമിച്ച് നിന്നൊരു വീട്. നമ്മുടെ വീട് എങ്ങനെയാ? കുറ്റപ്പെടുത്തലും ഒറ്റപ്പെടുത്തലും ജീവിതത്തിന്റെ സങ്കീർണതകളിൽ നാം ശീലമാക്കുക. രണ്ട്, പ്രതിസന്ധികൾ പദ്ധതികളായ മധ്യാഹ്നം. ഉച്ചയായിരിക്കുന്നു, കത്തിജ്വലിക്കുന്ന മീനസൂര്യൻ ആകാശത്ത് ജ്വലിച്ചു നിൽക്കുന്നു. അധികാലത്ത് ഊർജമൊക്കെ ക്ഷീണത്തിന് വഴിമാറിയ മധ്യാഹ്നം. ആഫ്റ്റർനൂൺസ് that convert crisis to plans. Afternoons that convert crisis to plans. പ്രതിസന്ധികൾ പദ്ധതികളായി. കേൾക്കൂ പ്രിയ ദൈവജനമേ, ഉച്ച സമയമായപ്പോ അതുവരെ മിണ്ടാത്ത ഇസഹാക്ക് ചോദിക്കുന്നു, അപ്പാ, എൻ്റെ അപ്പാ, തീമറകുണ്ട്, ആടെവിടെ? കുറെ നേരങ്ങളായി ചോദ്യചിഹ്നമായിരുന്നു. എങ്ങനെ ഇത്? ഈ യാത്രയുടെ അന്ത്യം എന്താ? നട്ടുച്ചയ്ക്ക് മധ്യാഹ്ന നേരത്തെ ചോദ്യമാണ്. അപ്പോഴാണ് കുഞ്ഞ് ചോദിക്കുന്നത്, എങ്ങനെയാണിത്? എപ്പോഴാണിത്? എങ്ങനെ നടക്കും? വൈ? അതിനൊരു ഒറ്റ ഉത്തരേ ഉള്ളൂ. വൈ എന്നുള്ള വാക്ക് നമ്മൾ തിരിച്ചെഴുതി നോക്കിക്കേ. YHW എന്ന് എഴുതാം. ഈ ചോദ്യങ്ങൾ, അതിനുത്തരം അത് തന്നെയല്ലേ, യഹോവ, യാഹുവേ. ശരിക്കും ആ 3 അക്ഷരം മാത്രമേ ഉള്ളൂ. അത് എബ്രായ ധാതുക്കളാണ്. YHW. എന്തുകൊണ്ടെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, നിന്റെ ദൈവം. എന്തുകൊണ്ടെന്നുള്ള ചോദ്യത്തിന്, പകച്ചു നിൽക്കുന്ന ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. ആ വാക്ക് തിരിച്ചിട്ടാ മതി, വൈ, യാഹ്വേ. YHW. അപ്പൻ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, എന്താ? മോനെ, യഹോവ കരുതിക്കൊള്ളും. ഇസഹാക്കന്നേരം ചൊന്നു. അപ്പന്റെ മുഖത്തൊക്കെ ചോദിക്കുക, തീയും വിറകും കൂട്ടുണ്ട്, ആടില്ല പീഠവുമില്ല, എങ്ങനെ ബലിയർപ്പിച്ചിടും? എങ്ങനെ ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ മധ്യാഹ്നത്തിലൂടെ ചുട്ടുപൊള്ളുന്ന കഠിന സൂര്യന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ആരൊക്കെയോ ഈ കസേരയിലുണ്ടെങ്കിൽ എങ്ങനെ? ആടില്ല പീഠവുമില്ല, എങ്ങനെ ബലിയർപ്പിച്ചിടും? അവിടെ നമ്മൾ വായിക്കുന്നൊരു കാര്യമുണ്ട്, ഇരുവരും ഒന്നിച്ച് നടന്നു. അതെ, ജീവിത പ്രതിസന്ധികളുടെ മധ്യാഹ്ന സൂര്യൻ തലയ്ക്ക് മീതെ കത്തിയിരുമ്പോ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ കൂടെ നടക്കാത്തതിന്റെ വേദന അറിയാവുന്ന ഒരാളാണ് അബ്രഹാം. പണ്ട് കൂടെ നിൽക്കുമെന്ന് പറഞ്ഞ ലോത്ത് ഒറ്റപ്പെടുത്തിയ കഥയുണ്ട്. ഒന്നിച്ച് നടക്കാത്തതിന്റെ സങ്കടം അബ്രഹാമിന് അറിയാം. നമ്മുടെ ജീവിതത്തിലും ഒരാളോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ക്രൂരത അയാളുടെ നിസ്സഹായതയിൽ അയാളെ ഒറ്റയ്ക്കാക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരാളോട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ക്രൂരത കാശ് ചോദിച്ച കടം കൊടുക്കാതിരിക്കുക എന്നുള്ളതല്ലെന്നേ, അയാളുടെ നിസ്സഹായതയിൽ അയാളെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനകളിൽ നിന്ന് ജീവിതത്തിൽ ഇങ്ങനെ തോറ്റു നിൽക്കുമ്പോ അടുത്ത് നിൽക്കുന്നവർ പുറകിൽ നിന്ന് കുത്തിയാൽ അതാണ് ഏറ്റവും വലിയ വേദന. അത് അനുഭവിച്ച ആൾ അബ്രാം. കൂടെ നിൽക്കുമെന്ന് കരുതിയ ലോത്ത് മാറിക്കളഞ്ഞു. ജീവിതത്തിൽ തോറ്റു നിൽക്കുന്ന സമയത്ത് കൂടെ നിൽക്കുന്നവർ പുറകിൽ നിന്ന് കുത്തിയാൽ, നിസ്സഹായതയിൽ ഒരാളെ ഒറ്റയ്ക്കാക്കിയാൽ, അതുകൊണ്ടാണ് ആ വേദഭാഗം മിഴിവോടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, ഇരുവരും ഒന്നിച്ച് നടന്നു.
പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ ഉത്തരമില്ല. എവിടെയപ്പാ? ഉത്തരമില്ലാതിരിക്കുമ്പോ ഏത് മനുഷ്യനും പറയണം, എനിക്കൊരു ദൈവമുണ്ട്. നമ്മളിപ്പോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാ? കർത്താവേ, എൻ്റെ ദൈവമേ, എനിക്കൊരു പ്രശ്നമുണ്ട്, എനിക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് എന്ന് ഞാൻ ഇന്ന് രാത്രി പറയട്ടെ. അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കുന്നത് നിർത്തിക്കേ. ഇങ്ങനെയൊന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കേ. എൻ്റെ ദൈവത്തോട് എനിക്കൊരു പ്രശ്നമുണ്ടെന്ന് പറയാതെ ഇനി ഇങ്ങനൊന്ന് പ്രാർത്ഥിക്കൂ, എൻ്റെ ഇന്ന പ്രശ്നമേ, എനിക്കൊരു ദൈവമുണ്ട്. കേൾക്കുന്നവരെ, ഇപ്പൊ നിങ്ങളുടെ ചങ്കിനെ ഉലയ്ക്കുന്ന വിഷയമുണ്ടോ? ഇപ്പൊ നിങ്ങളുടെ പ്രതിസന്ധികളിൽ നിങ്ങൾ വല്ലാതെ ഉരുകുന്ന നേരാണോ? പറ, എൻ്റെ ഇന്ന പ്രശ്നമേ. ആ പ്രശ്നം എടുത്ത് വലത്ത് കൈയിലോട്ട് മുറുക്കി പിടിച്ചിട്ട് പറയൂ, എൻ്റെ ഇന്ന പ്രശ്നമേ, ഞാൻ വിശ്വസിക്കുന്ന ഒരു ദൈവമുണ്ട്, ജീവനുള്ളൊരു കർത്താവ് എനിക്കുണ്ട്, യഹോവ കരുതിക്കൊള്ളും. എങ്ങനെ, എവിടെ, എന്ത് എന്നൊക്കെ ചോദിച്ചൊരു കുഞ്ഞിനോട് പറയാം, ദൈവം നോക്കിക്കൊള്ളും. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, ജീവിതത്തിന്റെ പ്രതിസന്ധികൾ നമുക്ക് പറയാൻ പറ്റുമോ? നമുക്ക് സൗഖ്യമാക്കുന്ന ദൈവത്തെ അറിയാം, പക്ഷെ രോഗിയാക്കുന്ന ദൈവത്തെ ഇയ്യോബിനറിയാം. ബലപ്പെട്ടത് അവിടെ. സൗഖ്യമാക്കുന്ന ദൈവത്തെ നമുക്കറിയാം, എന്നാൽ രോഗിയാക്കുന്ന ദൈവത്തെ ഇയ്യോബിനറിയാം. കാഴ്ച തരുന്ന ദൈവത്തെ നമുക്കറിയാം, എന്നാൽ അന്ധനാക്കുന്ന ദൈവത്തെ പൗലോസ് അപ്പോസ്തലനറിയാം. നടത്തുന്ന ദൈവത്തെ നമുക്കറിയാം, എന്നാൽ മുടന്തനാക്കുന്ന ദൈവത്തെ പഴയ നിയമത്തിലെ യാക്കോബിനറിയാം. മക്കളെ തരുന്ന ദൈവത്തെ നമുക്കറിയാം, എന്നാൽ മക്കളെ തരാത്ത ദൈവത്തെ ഹന്നയ്ക്കറിയാം. അവരൊക്കെ ബലപ്പെട്ടത് ആ വിപരീത അനുഭവങ്ങളിലാ. വഴികൾ തുറക്കുന്ന ദൈവത്തെ നമുക്കറിയാം, എന്നാൽ വഴികൾ അടയുമ്പോൾ വാതിൽ തുറക്കുന്ന ദൈവത്തെ ദ്വീപിൽപ്പെട്ട യോഹന്നാൻ അറിയാം. വെളിപ്പാട് 3:8 കണ്ടാലും ഞാനിതാ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. ഒരു ദ്വീപിൽപ്പെട്ട മനുഷ്യനാ പറയണേ. നമുക്കൊക്കെ ഈ അനുകൂല അനുഭവങ്ങളിൽ ദൈവത്തെ അല്ലേ പരിചയം. ഞാൻ പറഞ്ഞത് വീണ്ടും പറയട്ടെ, കാഴ്ച തരുന്ന ദൈവത്തെ നമുക്കറിയാം, എന്നാൽ അന്ധനാക്കുന്ന ദൈവത്തെ പൗലോസ്ലീഹായ്ക്ക് അറിയാം. സൗഖ്യമാക്കുന്ന ദൈവത്തെ നമുക്കറിയാം, എന്നാൽ രോഗിയാക്കുന്ന ദൈവത്തെ ഇയ്യോബിനറിയാം. നടത്തുന്ന ദൈവത്തെ നമുക്കറിയാം, എന്നാൽ മുടന്തനാക്കുന്ന ദൈവത്തെ യാക്കോബിനറിയാം. മക്കളെ തരുന്ന ദൈവത്തെ നമുക്കറിയാം, എന്നാൽ മക്കളെ തരാത്ത ദൈവത്തെ ഹന്നയ്ക്കറിയാം. ഞാൻ പറയട്ടെ, മനുഷ്യന്റെ ആശ അവസാനിക്കുന്നിടത്താണ് ദൈവത്തിന്റെ ആശയം ആരംഭിക്കുന്നത്. മനുഷ്യന്റെ ആശ അവസാനിക്കുന്നിടത്ത്, ചിന്തിച്ചേ അല്ലേ, പൊട്ടക്കിണറിൽ ജോസഫിന്റെ ആശ അവസാനിച്ചപ്പോൾ മിദ്യാന്യ കച്ചവടക്കാരുടെ കരങ്ങൾ ദൈവത്തിന്റെ ആശയമല്ലേ? പൊട്ടക്കിണറിൽ ജോസഫിന്റെ ആശ അവസാനിച്ചിടത്ത് മിദ്യാന്യ കച്ചവടക്കാരുടെ കരങ്ങൾ ദൈവത്തിന്റെ ആശയമല്ലേ? സിംഹക്കുഴിയിൽ ദാനിയേലിന്റെ ആശ അവസാനിച്ചിടത്ത് വെജിറ്റേറിയൻ ആകാൻ തീരുമാനിക്കുന്ന സിംഹങ്ങൾ ദൈവത്തിന്റെ ആശയമല്ലേ? തീച്ചൂളയിൽ ആ 3 പൈതങ്ങളുടെ ആശ അവസാനിച്ചപ്പോൾ ആ പെയ്ത പനിനീർ മഴ ദൈവത്തിന്റെ ആശയമല്ലേ? മെലീത്ത ദ്വീപിൽ അതിനു മുമ്പ് ആ കപ്പൽ ഛേദത്തിൽ 276 പേർ മരണപ്പെടുമെന്ന് തീരുമാനിച്ചപ്പോൾ, ആശ അവസാനിച്ചപ്പോൾ 276 പേര് നീന്തി, ഒരാൾ പോലും മുങ്ങിച്ചത്തില്ല. ഇവരിൽ എത്ര പേർക്ക് നീന്തൽ അറിയാമായിരിക്കും? ആശ അവസാനിച്ചിടത്ത് മെലീത്ത ദ്വീപ് ദൈവത്തിന്റെ ആശയമാണ്. ആഴക്കടലിൽ യോനായുടെ ആശ അവസാനിച്ചപ്പോൾ ഈ എരയെ ചവയ്ക്കേണ്ട എന്ന് തീരുമാനിച്ച തിമിംഗലത്തിന്റെ ചിന്ത ദൈവത്തിന്റെ ആശയമല്ലേ? വീണ്ടും പറയാം, ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ മധ്യാഹ്നത്തിൽ കൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർ, ഈ രാത്രി ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ തിരിച്ചറിയുമോ, നമ്മുടെ ആശ അവസാനിച്ചാലും, നമ്മുടെ ആശകൾ നശിച്ചാലും ദൈവത്തിന്റെ ആശയം നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് പറയണം, ചില വഴികളൊക്കെ അണഞ്ഞു പോകും. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, അപ്പാ തീയും വിറകുണ്ടെന്ന് പറഞ്ഞപ്പോ അത് കഴിഞ്ഞ് അവരുടെ യാത്ര, കഴുതയില്ല, ബാല്യക്കാരില്ല, അപ്പനും മോനും മാത്രമാ. നിങ്ങൾ പറഞ്ഞു അപ്പനും മോനും മാത്രമാ. അല്ലെങ്കിലും പ്രതിസന്ധികൾ കൂടി വരുമ്പോ ഒരു കഴുതയും കൂടെ കാണത്തില്ല. വേദനകളിൽ ഉരുകുമ്പോ ഒരു കഴുതയും കൂടെ കാണില്ല, ഒറ്റപ്പെടേണ്ടി വരും. എന്നാലും ഞാൻ പറയട്ടെ, ലേവ്യൻ കാണാതിരുന്നതാണ്
ഭാഗ്യം. ശമരിയക്കാരൻ്റെ ഉപമയാണ്. ലേവ്യൻ കാണാതിരുന്നപ്പോൾ വിഷമമുണ്ടായി അവിടെ കിടന്നവന്, പക്ഷെ അതുകൊണ്ടാണ് ശമരിയക്കാരൻ കണ്ടത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരെ, ചിലപ്പോൾ നമ്മൾ വിചാരിച്ച ചിലർ നമ്മളെ സഹായിച്ചിട്ടില്ല. അവസാന പ്രതീക്ഷയെന്ന് നാം ചിന്തിച്ച ചിലർ നമുക്ക് നേരെ മുഖം തിരിച്ചു കളഞ്ഞു. പറയണം, ലേവ്യൻ കാണാതിരുന്നതാണ് ഭാഗ്യം. നമ്മൾ വിചാരിച്ച മനുഷ്യർ മാറിയതാ ഭാഗ്യം. അതിനപ്പുറം ദൈവത്തിനൊരു ആശയമുണ്ടായിരുന്നു. ലാസറിന്റെ വീട്ടിൽ കർത്താവ് ഇന്നലെ വരേണ്ടതായിരുന്നു എന്ന് ചിന്തിച്ച് മാർത്തയും മറിയുണ്ട്. അവരിപ്പ പറയുന്നു, ഇന്നലെ വരാതിരുന്നതാ ഭാഗ്യം. ഇത് 4-ാം ദിവസമല്ലേ? ഇന്നലെ വന്നിരുന്നെങ്കിൽ ലാസറിനെ ആരറിയുമായിരുന്നു? ഇന്നലെ വരാതിരുന്നതാണ് ഭാഗ്യം. ആട്ടിടയന്മാർ വെളിയിൽ പാർത്തിരുന്നു, മഞ്ഞും തണുപ്പും. ഇന്നവർ പറയുന്നു, വെളി കടക്കേണ്ടി വന്നരാ, പുറമ്പോക്കി കടക്കേണ്ടി വന്നരാ ഭാഗ്യം. തോമസ് ലീഗ പറയാണ്, കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് കറങ്ങാൻ പോയതാണ് ഭാഗ്യം. അതുകൊണ്ടാണ് ഈ ഞായറാഴ്ച വൈകിട്ട് തമ്പുരാന്റെ വിലാവിത്തൊടാൻ പറ്റിയത്. കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് അകത്തുണ്ടായിരുന്നെങ്കിൽ അത് പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ നമ്മുടെ കൂടെ നിന്നവർ മാറിക്കളഞ്ഞിട്ടുണ്ടോ? നാം പ്രതീക്ഷിച്ചവർ കരം നീട്ടാതിരുന്നിട്ടുണ്ടോ? നാം വിചാരിച്ചവർ മാറി നിന്നിട്ടുണ്ടോ? ഇന്ന് രാത്രി നമ്മളോട് തന്നെ ഒരു ക്വാളിറ്റി സെൽഫ് ടോക്ക് നടത്തിയേ. ലേവ്യൻ കാണാതിരുന്നൊരു ഭാഗ്യം അല്ലേ? 3 ദിവസം 72 മണിക്കൂർ എന്തിനാ ഈ സഹനം? ഞാൻ പറയും 2 ഉത്തരവാ. ഒന്ന്, ഒരു ദിവസത്തെ വഴി പോയാൽ പോരായിരുന്നു. ഒന്നാമത്തെ ഉത്തരം, പുത്രസ്നേഹം ദൈവസ്നേഹത്തെ മറികടക്കുമോ? എപ്പോഴെങ്കിലും കുഞ്ഞിനോടുള്ള സ്നേഹം കൂടിയിട്ട് തിരിച്ചു വരുമോ? ഒന്നാമത്തെ ഉത്തരം അതാ, പുത്രസ്നേഹം ദൈവസ്നേഹത്തെ മറികടക്കുമോ? രണ്ടാമത്തെ ഉത്തരം എന്താണെന്നറിയാം? എല്ലാ മനുഷ്യർക്കും ദൈവം ഒരു ഓട്ടോ മെക്കാനിസത്തിന്റെ ദൂരം തരും. ഏത് പ്രതിസന്ധികളോടും പരുവപ്പെടാനുള്ളൊരു ദൂരം. അതാണ് ഈ 3 ദിവസം. നമ്മൾ ചില വേദനയൊക്കെ വരുമ്പോൾ പറയും, ദൈവം ഇല്ലല്ലോ, ഇത് വല്ലാത്തതായി പോയി. ഇവിടെ ഇരിക്കുന്നവർക്കറിയാം, കുറച്ച് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ആലോചിച്ചേ, നമുക്ക് അതിനോടൊക്കെ ഒന്ന് ചേർന്ന് നിൽക്കാനുള്ള ഒരു ആന്തരിക ബലം സർവശക്തൻ തന്നില്ലേ? അതുകൊണ്ട് ഈ 72 hours എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലും ദൈവം തന്നേക്കാം. അതെന്തിനാണെന്നറിയാമോ? ചില കഠിന വേദനകളോട്, ചില കൊടിയ പ്രതിസന്ധികളോട്, ചില വല്ലാത്ത കണ്ണീരനുഭവങ്ങളോട് പരുവപ്പെടാനാ. എന്തും പെട്ടെന്ന് സംഭവിക്കണമെന്ന് ശാഠ്യം പിടിക്കരുതേ. മാക്സിമോസ് എന്ന് പറയുന്ന ഒരു പിതാവുണ്ട്. എന്തിനാണ് ഈ സുദീർഘ പ്രാർത്ഥനകൾ എന്നൊരു ശിഷ്യൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇറ്റ് ടേക്ക് ടൈം ടു ബേക്ക് ബ്രെഡ് എന്നാണ്. ഇറ്റ് ടേക്ക് ടൈം ടു ബേക്ക് ബ്രെഡ്. റൊട്ടി മുരിഞ്ഞു വരാൻ അതിൻ്റെതായ സമയം വേണം. എല്ലാം പെട്ടെന്ന് സംഭവിക്കണമെന്ന് ശാഠ്യം പിടിക്കരുത്. ഒരു പൂവിനെ നോക്കുക, ഒരു ശലഭത്തെ നോക്കുക, ഒരു സൗന്ദര്യമുള്ള എന്തിനേയും നോക്കുക. അതിൻ്റെ പിന്നിൽ ഒരു കാലമുണ്ട്. അതുകൊണ്ട് സ്വച്ഛ ജലാശയത്തിലെ മൂകതയല്ല ക്രൈസ്തവ ജീവിതം, തിരമാലകൾക്ക് നടുവിലെ കാത്തിരിപ്പ. ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് മെഷേർഡ് ബൈ ആക്ഷൻസ്. വീണ്ടും പറയാൻ കൊതി തോന്നുക. ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് മെഷേർഡ് ബൈ ആക്ഷൻസ് ബട്ട് റിയാക്ഷൻസ്. പുത്രസ്നേഹം ദൈവസ്നേഹത്തെ മറികടക്കുമോ? പ്രതിസന്ധികളുടെ മധ്യാഹ്നം, പ്രതിസന്ധികൾ പദ്ധതികളായ മധ്യാഹ്നം. ആ വീട്ടിലേക്ക് നിങ്ങൾ നോക്കിക്കേ, ആ യാത്രയിലേക്ക് നോക്കിക്കേ. ഞാൻ പറയും, ആ വീടിന് 3 കാര്യ. 1, അനുസരണം. 2, അനുകരണം. 3, അനുഗമനം. അപ്പന്റെ വിശ്വാസത്തെ അനുസരിക്കുന്ന, അപ്പനെ അനുസരിക്കുന്ന ഒരു കുഞ്ഞ് നമ്മുടെ വീട്ടിൽ നിന്ന് 3 പോയിപ്പോ. അപ്പനെ അനുഗമിക്കുന്ന ഒരു മകൻ, ആ കാൽച്ചുവടുകളെ, അപ്പന്റെ രീതികളെ അനുകരിക്കുന്ന ഒരു മകൻ. ഉദാഹരണത്തിന് ഉൽപ്പത്തി 22:1 നമ്മൾ ഇങ്ങനെയാണ്, അബ്രഹാം വിറക് കീറി എടുത്തും കൊണ്ട് പുറപ്പെട്ടു. മുകളിൽ ചെല്ലുമ്പോൾ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, ഇസഹാക്കിന്റെ തോളിൽ അബ്രഹാം എടുത്തു, മകൻ ഏറ്റെടുത്തു. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളെ, നിങ്ങളുടെ കയ്യിൽ ഇന്ന് വേദപുസ്തകമുണ്ടോ? നമ്മൾ വലിയ കൺവെൻഷൻ നടത്തുകയല്ലേ? നീ എടുത്താൽ നിന്റെ തലമുറ ഏറ്റെടുക്കും. അപ്പൻ എടുത്തു, മകൻ ഏറ്റെടുത്തു. കുറ്റബോധത്തോടെ പറഞ്ഞ് നമ്മൾ എടുക്കത്തില്ല. നമ്മൾ എടുക്കാത്തത് കൊണ്ട് ഏറ്റെടുക്കാനൊരു തലമുറ നമുക്കില്ല. അതുകൊണ്ട് നമ്മൾ 10ാമത് കൺവെൻഷൻ നടത്തുക. എന്നെ കേൾക്കുന്ന പിതാക്കന്മാരെ, എന്നെ കേൾക്കുന്ന അമ്മമാരെ,
താങ്കൾ എടുക്കുമോ? താങ്കൾ എടുക്കുമോ? താങ്കൾ എടുത്താൽ അടുത്ത തലമുറ ഏറ്റെടുക്കാൻ കാണും. അബ്രഹാം എടുത്തു, മകൻ ഏറ്റെടുത്തു. അതുകൊണ്ടാണ് ആ യാത്രയുടെ കൃപ. ഒന്ന്, അനുസരണം. വെറും അനുസരണമല്ല, ഒബീഡിയൻസ് വിത്ത് പ്രയർ, ഒബീഡിയൻസ് വിത്ത് പെയിൻ, ഒബീഡിയൻസ് വിത്ത് പേഷ്യൻസ്. പ്രാർത്ഥനയോടനുസരിച്ചു, വേദനയോടനുസരിച്ചു, ക്ഷമയോടനുസരിച്ചു. അല്ലേ? അല്ലേ? വിശ്വാസം എന്ന് പറയുന്നത് ഇരുട്ടിലൂടെയുള്ളൊരു യാത്രയാ. ഒബീഡിയൻസ് വിത്ത് പെയിൻ, ഒബീഡിയൻസ് വിത്ത് പ്രയർ, പെയിൻഫുൾ ഒബീഡിയൻസ്. അതുകൊണ്ടാണ് ഈ നോഹയുടെ പെട്ടകത്തിൽ നിന്ന് ആദ്യത്തെ കാക്കയെ വിട്ടില്ലേ, മലങ്കാക്ക. പെട്ടെന്ന് വരണേന്ന് പറഞ്ഞിട്ടാണ് വിട്ടത്. ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ടാണ് പോയതും. എന്തേ വന്നില്ല? കഴിഞ്ഞ 1 വർഷത്തിലേറെയായി വെജിറ്റേറിയൻ മാത്രം കഴിച്ചുകൊണ്ടിരുന്ന കാക്ക താഴെ ചെന്നപ്പോൾ ഇഷ്ടം പോലെ ശവശരീരങ്ങൾ ചീഞ്ഞെളിഞ്ഞ് കിടക്കുക. നോൺ വെജ് ബിരിയാണി കണ്ടതുപോലെ ആയിപ്പോയി. പുതിയത് കണ്ടപ്പോൾ, നോൺ വെജ് കണ്ടപ്പോൾ വെജിലേക്ക് തിരിച്ചു പോകുന്നൊരു വേദനയാ. അനുസരിച്ചില്ല. ആദ്യത്തെ കാക്ക അനുസരിച്ചില്ല, മലങ്കാക്ക. വേദനയോട് അനുസരിക്കാൻ കാക്കയ്ക്ക് മേല. എന്നാൽ രണ്ടാമതൊരു കാക്കയുണ്ട്, ഏലിയാവിൻ്റെ മുമ്പിലേക്ക് അപ്പവുമായിട്ട് വരുന്നൊരു കാക്ക. ആ നാട്ടിൽ കൊടിയ ക്ഷാമമാണ്, വെള്ളം പോലും കിട്ടാത്ത നാളാ. പക്ഷെ ഈ കാക്കയ്ക്ക് എവിടുന്നോ കിട്ടിയ തേങ്ങാപ്പൂള് പോലുള്ള ഒരു കഷണം അപ്പം അതും കൊണ്ടുവരിക. ഒരു കാക്കയെ അപ്പം കൊണ്ടു തരത്തില്ല. ആ അപ്പം കൊണ്ടുവരുന്ന കാക്ക പെയിൻഫുൾ ഒബീഡിയൻസാ, വേദനയോടനുസരിക്കുക. ഞാൻ പറയും, നോഹയുടെ മലങ്കാക്ക ചെയ്ത തെറ്റ് ഏലിയാവിൻ്റെ കാക്ക തിരുത്തി. പെയിൻഫുൾ ഒബീഡിയൻസ്. ഈ യാത്രയിൽ നമ്മുടെ കൊച്ചുകളൊന്നും ഇപ്പം, കാരണം ആർക്കും സബോർഡിനേറ്റ് ആകാൻ വയ്യ. വിവാഹ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ പിള്ളേരൊക്കെ ഇപ്പോൾ വളരെ പെട്ടെന്ന് നാഗവല്ലിമാരായിട്ട് മാറുകയാണ്. പോണ്ടെന്ന് പറഞ്ഞാൽ എന്നാ പോയാലെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഒരു പപ്പ ഉണ്ട്, ഇവിടെ ഒരു മമ്മി ഉണ്ട്, അല്ലേ? ആ കെസിയുടെ മമ്മി ഒരു കുഴപ്പമില്ല, ആ അക്സയുടെ മമ്മിക്ക് ഒരു കുഴപ്പമില്ല. ഇവിടെയുള്ള എല്ലാത്തിനും ഇങ്ങനെ റെസ്ട്രിക്ഷൻസ്. മോളെ നീ പോണ്ടാടി, ഈ യാത്ര വേണ്ട. പല വീട്ടിലും പിള്ളേർ നിലവിളിക്കുന്നുണ്ട്, വിടമാട്ടയൻ, അല്ലേ? അനുസരിക്കാൻ വയ്യ. അനുസരണം, അനുകരണം, അനുഗമനം. Sometimes God put us into dark to prove that He is light. ചില സമയത്ത് ദൈവം നമ്മളെ ഇരുട്ടിലേക്ക് തള്ളിയിട്ടേക്കാം. പ്രതിസന്ധികളുടെ മധ്യാഹ്നത്തിൽ പറയണം, എൻ്റെ തമ്പുരാൻ വെളിച്ചമാണെന്ന് തെളിയിക്കാനാ എന്നെ ഇരുട്ടിലേക്ക് തള്ളിയിട്ടത്. അബ്രഹാം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരം ഐസൊലേഷനാ, വല്ലാത്തൊരു ഏകാന്തത. അബ്രഹാം നടന്നു പോകുമ്പോൾ ഇറിറ്റേഷനാ, എന്നാൽ മോളിൽ ചെല്ലുമ്പോൾ ഇൻസുലേഷനാ. ആലോചിച്ച് നോക്കിക്കേ. ഭാര്യയോട് പറയാനൊക്കത്തില്ല, കുഞ്ഞിനോട് പറയാനൊക്കത്തില്ല, നിന്റെ മോനെ കൊല്ലാൻ കൊണ്ടുപോവാ. വല്ലാത്തൊരു ഏകാന്തരയുടെ ഐസൊലേഷൻ ആ വീട്ടിൽ അനുഭവിച്ചൊരു പ്രഭാതം ഉണ്ടെങ്കിൽ, ആ 3 ദിവസത്തെ യാത്രയിൽ നിരന്തരം കുത്തി നോവിക്കുന്ന അസ്വസ്ഥതയുടെ ഇറിറ്റേഷൻ. എന്നാൽ ആ പർവ്വതത്തിൽ ചെന്ന് കഴിയുമ്പോൾ ഐസൊലേഷൻ ക്രിയേറ്റ്സ് ഇറിറ്റേഷൻ, ഇറിറ്റേഷൻ മേക്സ് ഇൻസുലേഷൻ. പ്രിയപ്പെട്ടവരെ, ഇരുട്ടിൻ്റെ സാധ്യതകൾ. അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് പറയാം, 27 സങ്കീർത്തനം 1 വാക്യം പറയുന്നത് പോലെ, യഹോവ എൻ്റെ വെളിച്ചവും രക്ഷയും. ഞാൻ ആരെ എന്ന് പറഞ്ഞ്, ഞാൻ ആരെ കേട്ടില്ല, ആരെ പേടിക്കും. അതുകൊണ്ട് പ്രതിസന്ധികളുടെ മധ്യാഹ്ന സൂര്യൻ സ്വയം കണ്ണുപായുന്ന ദിക്കിൽ സമസ്തം പ്രിയം തന്നെയാകുന്നതെന്നായിരിക്കും, എല്ലാം നല്ലതിന്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ രണ്ടാമത്തെ ചിന്ത ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾ നോക്കിക്കേ, വേദപുസ്തകത്തിൽ ഞാൻ പറയുന്നത് എല്ലാം ധ്യാനിക്കണമെന്നില്ല. ബൈബിളിലെ ആദ്യത്തെ വാക്ക് ആദിയിൽ എന്നാണ്. അതെന്താണ്? അതെന്നാണ്? നമ്മുടെ ബുദ്ധിക്ക് എത്താത്ത, ബിയോണ്ട് അവർ ഇമാജിനേഷൻ, ബിയോണ്ട് അവർ കോൺസെപ്റ്റ്സ്, നമ്മുടെ 1400 ഗ്രാം തലച്ചോറിന് എത്താത്ത കുറേ കാര്യങ്ങളുണ്ട്. ഒരു പ്രീ ഹിസ്റ്റോറിക് പീരീഡിനെ ഇങ്ങനെ തുടങ്ങിയിരിക്കുക. ആദിയിൽ നമുക്കെത്താത്തൊരു കാലമാണ് ആദിയിൽ. ഇവിടെ ഇരിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഈ ഒരു അനുഭവമുണ്ട്. നമുക്ക് മനസ്സിലാകാത്തത്, നമുക്ക് പിടുത്തം കിട്ടാത്തത്, നമുക്ക് പിടിതരാത്തത്. അല്ലെങ്കിൽ വേണ്ട, ആദ്യത്തെ വാക്ക് പോട്ടെ, ബൈബിളിലെ ആദ്യത്തെ അക്ഷരം എന്താ? ചുമ്മാ ഒന്ന് പറഞ്ഞോന്നേ, ഉറക്കെ പറ. ആ, ആ എന്ന് പറഞ്ഞാൽ എന്നാ അർത്ഥം?
എടി അവൾ എന്ത് ചെയ്യേ? കേട്ടില്ല, അറിയില്ല. അവൻ എവിടെ പോയി? ആ നിസ്സഹായതയുടെ അക്ഷരാണ് ഏത്? നമുക്ക് എത്താത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. വൈ കർത്താവ് എന്താ? ഇത് നമ്മുടെ ജീവിതത്തിലുണ്ട്. ഈ ആദിയിൽ ഫസ്റ്റ് വേർഡ്. ഇനി വേറെ ഒന്നും വായിക്കണ്ട. ബൈബിളിലെ അവസാനത്തെ വാക്കെന്താ? കഷ്ടം കർത്താവേ. ബൈബിളിലെ അവസാനത്തെ പദം ആമേൻ. അതിന്റെ അർത്ഥം എന്താ? അങ്ങനെ തന്നെ ആട്ടെ, അങ്ങനെ തന്നെ ആട്ടെ. തൃപ്തിയുടെ വാക്കല്ലേ? ഞാൻ റെഡി അല്ലേ? നമ്മൾ ഈ ചില ആണുങ്ങളൊക്കെ വീട്ടിലധികം മിണ്ടാത്തോണ്ട് എന്നാ വെച്ചാൽ മൂളലും ഞരക്കൊക്കെ കാണുള്ളൂ. ചോറ് മതിയോ? പോയേക്കല്ലേ? ഒരു തൃപ്തിയുടെ അക്ഷരാണ് ആമേൻ. പള്ളിക്കകത്ത് പറയേണ്ട കാര്യമല്ല ആമേൻ. ജീവിതത്തിന്റെ സങ്കീർണതകളോടെ കർത്താവേ അങ്ങനെ ആട്ടെ, അങ്ങനെ ആട്ടെ, ആമേൻ, ആമേൻ. ശരിക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് വാക്ക് മാത്രം ഒന്ന് മെഡിറ്റേറ്റ് ചെയ്തേ. ഈ ഇരിക്കുന്ന കുറെ പേർക്കെങ്കിലും പിടികിട്ടാത്ത, എത്താത്ത, നമുക്ക് മനസ്സിലാകാത്ത കുറെ വേദനകൾ കാണും. എന്താണിത്? എങ്ങനെയാണിത്? ആദിയിൽ ഒറ്റ വാക്ക് പറഞ്ഞേക്കുക, ആമേൻ. ഈ സരസ് ഒരുമിച്ചൊരു ആമേൻ പറഞ്ഞിട്ട് ഇവിടെ നിർത്തും, സ്തോത്ര കാഴ്ച എടുക്കും, നമ്മൾ ബാക്കി മല കയറും. ഇപ്പം തീരും. ഒരുമിച്ചൊരു ആമേൻ പറഞ്ഞ് പ്രാർത്ഥനയോടെയല്ല, നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഉത്തരം കിട്ടാത്ത ചോദ്യത്തോട്, നമ്മളിപ്പോൾ അനുഭവിക്കുന്ന വേദനയോട്, സങ്കീർണതയോട് ഒരുറക്ക ഒരു ആമേൻ പറയോ? കേട്ടില്ല, കേട്ടില്ല. ആമേൻ. ഇതൊരു കൃപയാ. ജീവിത വേദനകളോട് അങ്ങനെയുള്ളവരെ പറയുന്നത് ശീതോഷ്ണ മാനാപമാന സമമാനസൻ എന്നാണ്. ബോംബെ പറയാൻ പാടില്ല, ഇത്തിരി കട്ടിയുള്ള മലയാളമാണ്. ശീതം വന്നാലും ഉഷ്ണം വന്നാലും, മാനം വന്നാലും അപമാനം വന്നാലും, ശീതോഷ്ണം മാനാപമാന സമമാനസൻ. എന്നാ വന്നാലും നിർമ്മമൻ, ഒന്നും പ്രശ്നമല്ല. ഒരു വേള പഴക്കമേറിയാൽ ഇരുളും മെല്ലെ വെളിച്ചമായി വരട്ടെ. ആശാൻ പാടിയതുപോലെ. സ്തോത്ര കാഴ്ച സ്വീകരിക്കുന്നു. ഈ സമയം ഗായക സംഘം ഗാനം ആലപിക്കുകയും ചെയ്യും. അത് കഴിഞ്ഞ് ഇപ്പം നമ്മൾ പർവ്വതത്തിൻ്റെ നടുക്കാണ്. പാട്ട് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് മല കയറി ഇറങ്ങണം. ഇപ്പോൾ സ്തോത്ര കാഴ്ച എടുക്കുവാനായിട്ട് ഒരുങ്ങുകയാണ്. പ്രത്യേകമായിട്ട് നമുക്കറിയാവുന്നത് പോലെ എല്ലാ വർഷവും നാം ഓഫർട്രി ആയിട്ട് സ്വീകരിക്കുന്ന ആ സംഭാവനകൾ ഭദ്രാസനത്തിൻ്റെ വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായിട്ടാണ് നാം വിനിയോഗിക്കുന്നത്. ഈ വർഷവും നാം എടുക്കുന്ന ഈ കാണിക്ക റോഹ ഗ്രിഗോറിയൻ സ്പെഷ്യൽ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് ഉപയോഗിക്കുവാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ടവരുടെയും നല്ല സംഭാവനകൾ കാണിക്കയായിട്ട് സമർപ്പിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പോൾ ഗായക സംഘം ഗാനം ആലപിക്കുമ്പോൾ വോളണ്ടിയേഴ്സ് കാണിക്ക ശേഖരിക്കുന്നതിനായിട്ട് നിങ്ങളുടെ അടുക്കിലേക്ക് കടന്നു വരുന്ന അവസരത്തിൽ മനസ്സറിഞ്ഞ് നിങ്ങളുടെ നല്ല സംഭാവനകൾ കാണിക്കയായിട്ട് സമർപ്പിക്കണമെന്ന് സ്നേഹത്തോടെ അറിയിക്കുകയാണ്. ഈ സമയത്ത് ആലപിക്കുന്ന ഗാനത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് നമ്മളോട് വചനം വാക്കുകളായും കവിതയായുമൊക്കെ ഹൃദയങ്ങളിലേക്ക് നിറച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ജോൺ ടി വർഗീസ് അച്ഛൻ്റെ തൂലികയിൽ കൂടി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഒരു മനോഹരമായ ഭക്തിഗാനമാണ് പുസ്തകത്തിലെ 7ാമത്തെ ഗീതം. ഈ ഒരു ദിവസം തന്നതും
അപ്രതീക്ഷിതമെങ്കിലും ഈ ഗീതം പാടിയതിന് പ്രത്യേക സന്തോഷം. ദൈവം തന്ന വരികളും സംഗീതമൊക്കെയാണ്. ഈ പാട്ട് പാടുമെന്ന് എനിക്കൊരു പ്രതീക്ഷയുമില്ലായിരുന്നു. വരിക, നാം ഇപ്പോൾ മോറിയായുടെ മുകളിലാണ്. നേരം വൈകിയിരിക്കുന്നു. എഴുന്നേക്കരുത്, ഈ സമയമല്ല. അന്ന് പടിഞ്ഞാറ് അസ്തമയ സൂര്യൻ അതിൻ്റെ ചെങ്കതിരുകളിൽ മേഘക്കീറുകളിൽ ഒളിപ്പിക്കുന്ന സായാഹ്നം. അപ്പന്റെ സങ്കടം അതിന്റെ മൂർധന്യത്തിലെത്തിയിരിക്കുന്നു. ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് എൻ്റെ കുഞ്ഞെൻ്റെ സ്വന്തം. മുകളിൽ ചെന്ന് ഈ കുഞ്ഞിനെ ബലിപീഠത്തിലേക്ക് കടത്തുകയാണ്. കേൾക്കൂ, ഈ സായാഹ്നത്തിന് നമുക്കൊരു പേര് വിളിക്കാം. വിരുന്നുകളിൽ നിന്ന് വിലാപത്തിലേക്ക് വീണ പ്രഭാതം, പ്രതിസന്ധികൾ പദ്ധതികളായ മധ്യാഹ്നം, ഭാരങ്ങൾ ചാരമായ സായാഹ്നം. Evenings that transform burdens to ashes. ഭാരം ചാരമായ സായാഹ്നം. നമ്മൾ ഇങ്ങനെ വായിക്കും. നിങ്ങളിപ്പോൾ മോറിയയുടെ മുകളിലാണ്. ദൈവം കൽപ്പിച്ചിരിക്കുന്ന സ്ഥാനത്ത് എത്തി. ഇതാ ചുമന്നുകൊണ്ടുവന്ന ഭാരം വിറകടുക്കി മകനെ കൈകൾ കെട്ടുന്നു. മകനെ കൈകൾ കെട്ടി കരങ്ങൾ കെട്ടി ബലിപീഠത്തിലേക്ക് എടുത്തു കിടത്തുമ്പോ അബ്രഹാമിന്റെ കൈ വിറയ്ക്കുന്നുണ്ട്. അബ്രഹാമിന്റെ ചങ്ക് പറയുക, വല്ലാതെ തളർന്നു പോകുന്ന ശരീരം തളരുന്ന പോലെ എൻ്റെ കുഞ്ഞിനെ കൊല്ലാനോ? അബ്രഹാമിനോട് പറയുന്നത് നമ്മുടെ പുസ്തകത്തിൽ എങ്ങനെയാണെന്നറിയാമോ? ഉളവാകരുതേ പ്രതിബന്ധം, ഞാൻ തീർത്തോരീ പീഠത്തിൽ ഇസഹാക്കേറ്റം ദയനീയം, കേണാലും ഞാൻ ബലി നൽകും. എൻ്റെ കുഞ്ഞു കരഞ്ഞാലും എൻ്റെ കുഞ്ഞു കുതറിയാലും ഇസഹാക്കേറ്റം കേണാലും, ഇസഹാക്കേറ്റം ദയനീയം, കേണാലും ഞാൻ ബലി നൽകും. തളർന്നുപോയ കരങ്ങളെ മുറുക്കി പിടിച്ചുകൊണ്ട് ഈ കുഞ്ഞിനെ ഇങ്ങനെ എടുത്ത്, നിങ്ങൾ കാണൂ, ഈ കുഞ്ഞിനെ എടുത്ത് ബലിപീഠത്തിലോട്ട് കടത്തുമ്പോൾ അബ്രഹാം കുഞ്ഞിന്റെ കണ്ണിൽ നോക്കുന്നില്ല. ഈ കുഞ്ഞ് പറയുന്നൊരു കാര്യമുണ്ട്, ബൈബിളിലില്ലാതെ, പക്ഷേ പിതാക്കന്മാർ എഴുതിയത് ഇങ്ങനെയാ: അപ്പാ 3 ദിനം നാം നടകൊണ്ടു. 3 ദിവസമായിട്ട് നമ്മൾ നടക്കുക. നോക്കിയിരിക്കും നെന്മാതാ. വീട്ടിൽ എൻ്റെ അമ്മ എന്നെ ഇപ്പൊ വരുമെന്ന് പറഞ്ഞ് നോക്കിയിരിക്കുക. പക്ഷേ ബലികൽപ്പന പോലർപ്പിക്ക, ശങ്കിച്ചെന്നെ നോക്കേണ്ട. എൻ്റെ അപ്പൻ എന്തിനാണ് ഇങ്ങനെ എന്നെ ഏറ് കണ്ടിട്ട് നോക്കുക? 3 ദിവസമായിട്ട് നമ്മൾ നടക്കുക. നോക്കിയിരിക്കും നെന്മാതാ. വീട്ടിൽ എൻ്റെ അമ്മ എന്നെ ഇപ്പൊ വരുമെന്ന് പറഞ്ഞ് നോക്കിയിരിക്കുക. പക്ഷേ ബലികൽപ്പന പോലർപ്പിക്ക, ശങ്കിച്ചെന്നെ നോക്കേണ്ട. എൻ്റെ അപ്പൻ എന്തിനാണ് ഇങ്ങനെ എന്നെ ഏറ് കണ്ടിട്ട് നോക്കുക?
എത്ര രസമാണത്. ബലി അർപ്പിക്കണം. പ്രിയപ്പെട്ടവർ, ഇത് അബ്രഹാമിൻ്റെ യാഗപീഠത്തിൻ്റെ സായാഹ്നം. ഈ കുഞ്ഞിനെ എടുത്ത് ബലിപീഠത്തിലോട്ട് കടത്തിയപ്പോ ഇത്രയും വേദന മുൻപുണ്ടായിട്ടില്ല. കണ്ണുനീരോടെ ഈ കുഞ്ഞിനെ എടുത്ത് കടത്തിയപ്പോ ഒരു ശബ്ദമുണ്ട്, 11-ാം വാക്യം, അബ്രഹാമേ അബ്രഹാമേ. നിങ്ങൾ കേൾക്കൂ, കരുണാവാതിലിന്റെ താക്കോൽ കണ്ണുനീർത്തുള്ളിയ. ജീവിതഭാരങ്ങളിൽ ഉരുകുന്ന മാനസങ്ങളെ കരുണാവാതിലിന്റെ താക്കോൽ കണ്ണുനീർത്തുള്ളിയ. ഈ കത്തിയെടുത്ത് ഇങ്ങനെ വീശാൻ നേരം ഒരു ശബ്ദം, അബ്രഹാമേ അബ്രഹാമേ. നിങ്ങൾ ഇന്ന് രാത്രി ബൈബിൾ നോക്കണം. 1-ാം വാക്യത്തിൽ ഇങ്ങനെയാ, വീട്ടിൽ വെച്ചിട്ട് 72 മണിക്കൂറിന് മുമ്പ് അബ്രഹാമേ ഒറ്റ തവണയാ. അവിടെ പറഞ്ഞു, ഇതാ ഞാൻ, ഹിയർ ഐ ആം. ഞാൻ പറയാം, അത് കണ്ണുനീരിലേക്കുള്ള വിളിയാ. ഒറ്റ തവണയുള്ളൂ. എന്നാൽ ആഫ്റ്റർ 72 hours, 72 മണിക്കൂറിന് ശേഷം ഈ മലയുടെ മുകളിൽ 11-ാം വചനം, അബ്രഹാമേ അബ്രഹാമേ, 2 തവണയാ. കരുതലിലേക്കുള്ള വിളിയാ. എൻ്റെ അർത്ഥം എന്താ? ദൈവം ഒരാളെ കണ്ണുനീരിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി കൃപയിൽ കരുതലിലേക്ക് വിളിക്കുന്ന ഒരു നേരമുണ്ട്. ഭാരം ചാരമാകും. അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്നവർ ഏതെങ്കിലുമൊക്കെ 72 മണിക്കൂറിൽ ഉരുകുന്നവരുണ്ടെങ്കിൽ ഇരട്ടി കൃപയുടെ ഒരു നേരം വരും. ഇരട്ടി കൃപയുടെ ഒരു നേരം വരും. നോക്കിക്കേ, 75-ാമത്തെ വയസ്സിൽ അബ്രഹാമിനോട് പറഞ്ഞു, നീ പൊക്കോ, നിനക്ക് കുഞ്ഞുങ്ങളുണ്ടാകും, അതുണ്ടാകും, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ദൈവം കൊടുത്തോ? കൊടുത്തില്ല. 80, 82, 83 ഇടയ്ക്കിടയ്ക്ക് ദൈവം പറയും, അബ്രഹാമേ തരുവടാ, മക്കളെ തരുവടാ. കൊടുത്തില്ല. 86-ാമത്തെ വയസ്സിൽ ഒരെണ്ണത്തിനെ കൊടുത്തു. അബ്രഹാം സന്തോഷവാനായി, കിട്ടിയല്ലോ. അപ്പൊ ദൈവം പറഞ്ഞു, മക്കളെ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്, ഇത് ഒറിജിനൽ അല്ല ഇശ്മായേല്. ഇനി എപ്പോഴാ ഒറിജിനല്? 80, 86, 88, 90 ഇടയ്ക്കിടയ്ക്ക് ദൈവം പറയും, തരുവടാ തരുവടാ. തരും മക്കളെ. ഇടയ്ക്ക് ഉടമ്പടി സ്ഥാപിപ്പിക്കും, വർദ്ധിപ്പിക്കും എന്നൊക്കെ പറയും. കുറെ കഴിഞ്ഞപ്പോൾ അബ്രഹാമിന് ദേഷ്യം എന്നോ പറഞ്ഞു, തരണോന്നില്ല, ഒരെണ്ണം ഉണ്ടല്ലോ, അതിനെ നിർത്തിയച്ചാൽ മതി. ബൈബിൾ ഇങ്ങനെയാണ്, ഇസ്മായേൽ നിന്റെ മുൻപാകെ ജീവിച്ചിരുന്നാൽ മതി. ഇങ്ങനെയുണ്ടൊരു രീതി. കൂടെ കൂടെ തരും 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 എന്ന് പറയും. നോക്കിയിരുന്നിട്ട് 10-13 വർഷം കഴിഞ്ഞപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തു. പിന്നെ ഇപ്പൊ പറയ തരുമെന്ന്. അബ്രഹാം കലണ്ടർ കീറിക്കളഞ്ഞു, സമയം നോക്കി മടുത്തു. അബ്രഹാം ക്ലോക്കിന്റെ ബാറ്ററി ഊരിക്കളഞ്ഞു, സമയം നോക്കി മടുത്തു. അബ്രഹാം കാൽക്കുലേറ്റർ എടുത്തു മാറ്റി. എന്നാൽ 100-ാമത്തെ വയസ്സിൽ കൊടുത്തു. ഞാൻ പറയും, അബ്രഹാമിന്റെ ക്ലോക്ക് തോറ്റുപോയത് എപ്പോഴാണെന്നറിയാം? 22:11 കത്തിയെടുത്ത് കഴുത്തിന് നേരെ വീശുമ്പോ കൈവയ്ക്കരുത്. ഇവിടെ ഇരിക്കുന്നവർ പറയും, കഴുത്തിനും കത്തിക്കും ഇടയ്ക്ക് എത്ര സമയം വേണം? നമ്മുടെ കാൽക്കുലേറ്ററിൽ കൂട്ടാൻ പറ്റില്ല, നമ്മുടെ കലണ്ടറിൽ കണക്കൂട്ടാൻ പറ്റില്ല, നമ്മുടെ ക്ലോക്കിൽ അതറിയാൻ പറ്റില്ല. അബ്രഹാമിന്റെ സമയം തെറ്റി എന്ന് അബ്രഹാം പണ്ട് വിചാരിച്ചെങ്കിൽ കലണ്ടർ കീറിക്കളഞ്ഞ അബ്രഹാം ഇപ്പൊ പറയാ, കലണ്ടറിനെ തോൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്, ഒരു സമയമുണ്ട്. കാൽക്കുലേറ്ററിനെ തോൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഭാരത്തിൽ നിന്നും ചാരത്തിലേക്ക് മാറുക, ഡിസപ്പോയിന്റ്മെന്റിൽ നിന്നും അപ്പോയിന്റ്മെന്റിലേക്ക് മാറുക. ഭാരങ്ങൾ ചാരമായ സായാഹ്നം. കൊണ്ടുവന്ന വിറകൊക്കെ ഇപ്പൊ കത്തിച്ചാമ്പലായിരിക്കുന്നു. അബ്രഹാം തലപൊക്കി നോക്കി ഒരാടിനെ കണ്ടു. ഞാൻ അവസാനിപ്പിക്കുക. നിങ്ങൾ പറയണം, ആടിന് എത്ര വയസ്സുണ്ടെന്നറിയാ? 22-ൽ എൻ്റെ പ്രായം പറയുന്നില്ല, പക്ഷെ 15-ലുണ്ട് 3 വയസ്സുള്ള കോലാട്ടുകൊറ്റൻ. ഇവരെത്ര ദിവസം നടന്നെന്നറിയോ? 3 ദിവസം. എൻ്റെ കാര്യം എന്താണെന്നറിയോ? ആടാണോ ഇസഹാക്കാണോ ആദ്യം ആ മലയിൽ ചെന്നത്? ഞാൻ പറയും ആടാ. 3 ദിവസം പഴക്കമുള്ള സങ്കടത്തിന് വേണ്ടി 3 വർഷം മുന്നമേ ഉത്തരമൊരുക്കുന്നൊരു ദൈവം. 3 ദിവസം പഴക്കമുള്ള സങ്കടത്തിന് വേണ്ടി 3 വർഷം മുന്നമേ ഉത്തരമൊരുക്കുക. മരണത്തിന് പോലും പരിഹാരമുണ്ടെന്ന് പറഞ്ഞ് ദേ 2 പേരും മലയിറങ്ങി വരിക. പരിഹാരമില്ലാത്ത എന്ത് പ്രശ്നമാണ്? ബൈബിളിന്റെ വലിയ സൗന്ദര്യം ഇറ്റ് അഡ്രസ്സസ് ദ ഇൻഫിനിറ്റ് എന്നുള്ളതാണ്. അനന്തതയെ അഭിമുഖീകരിക്കുന്നുള്ളതാണ്. മരണത്തെ അഡ്രസ് ചെയ്യുന്നുള്ളതാണ് ബൈബിളിന്റെ സൗന്ദര്യം. 3-ാം ദിവസം കല്ലറ തുറന്നപ്പോ അഴുകിത്തുടങ്ങിയ ശവശരീരമായിരുന്നു കണ്ടിരുന്നെങ്കിൽ ജീവിതം എത്രമേൽ ദുസ്സഹമാകുമായിരുന്നു.
മൂന്നാം ദിവസം കല്ലറ തുറന്നപ്പോൾ അഴുകിത്തുടങ്ങിയ ശരീരമായിരുന്നു കണ്ടിരുന്നെങ്കിൽ ജീവിതം എത്രമേൽ ദുസ്സഹമാകുമായിരുന്നു. 7487 വാഗ്ദാനങ്ങളുമായി ചങ്കോട് ചേർത്ത് വെക്കാൻ നമുക്കൊരു പുസ്തകമുണ്ട്, ജീവന്റെ വചനം. വിരുന്നുകളിൽ നിന്ന് വിലാപത്തിലേക്ക് വീണ പ്രഭാതത്തിൽ നാം ഇറങ്ങിയതാ. പ്രതിസന്ധികളെ പദ്ധതികളാക്കി ഒരു മധ്യാഹ്നമുണ്ട്. ദൈവം കരുതും, ദൈവം കരുതും. എന്നാൽ ഈ സായാഹ്നം അസ്തമയ സൂര്യനെ സാക്ഷി നിർത്തി അപ്പനും മോനും മലയിറങ്ങി വരിക. ഭാരം ചാരമായിരിക്കുന്നു, ഭാരം ചാരമായിരിക്കുന്നു. ഈ രാത്രി ഈ വിചാരങ്ങൾ നമുക്ക് അവസാനിപ്പിക്കാം. 13 വാക്യങ്ങളിലൂടെ 72 മണിക്കൂറിന്റെ ഒരു യാത്ര ഒരു പകലായി 1 മണിക്കൂർ കൊണ്ട് നമ്മൾ കയറി ഇറങ്ങിയിരിക്കുന്നു. ഈ പ്രഭാതം നമ്മുടേതല്ലേ? ഈ മധ്യാഹ്നം നമ്മുടേതല്ലേ? ഈ സായാഹ്നം നമ്മുടേതല്ലേ? ഈ പ്രഭാതത്തിലൂടെ കടന്നു പോകുന്നവർ ഈ മധ്യാഹ്നത്തിലെത്തട്ടെ, ഇനി ഈ സായാഹ്നത്തിൽ അണയട്ടെ.